So we are starting our session, UGC NET June 2026 Mega Marathon Revision Series. We'll start with British Literature and we'll be revising all of the units under British Literature, a revision series as such. So UGC NET in the date, so we have to be continuously preparing revision start ചെയ്യാൻ നേരമായിട്ടുണ്ട്. And we'll be starting off with drama. നമ്മുടെ very first unit of British literature അല്ലെങ്കിൽ നെറ്റ് സിലബസിൽ ഇംഗ്ലീഷിലുള്ള very first unit ആയിട്ടുള്ള ഡ്രാമയിൽ മേജർ പോയിന്റ്സ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കുക. And we'll be dealing with all the chronological areas, all the eras through which we'll have to analyze ഓരോ playwrights, ഇതൊക്കെ പ്ലസ് ഇമ്പോർട്ടൻ്റ് ഏരിയാസ്. ഒരു പ്ലേ ആൻഡ് പ്ലേ റൈറ്റർ നമ്മൾ പഠിക്കുമ്പോൾ വീൽ ഹാവ് ടു കണക്ട് ഇറ്റ് വിത്ത് എ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് വിത്ത് വിച്ച് ദാറ്റ് പ്ലേ ഹാസ് ബീൻ റിട്ടൺ. ആ പ്ലേ ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് കൂടി നമ്മൾ അറിയണം. സോ വിൽ ബി സ്റ്റാർട്ടിംഗ് ഓഫ് വിത്ത് എ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് ഡ്രാമ. ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലെ ഡ്രാമ ഏത് പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്ത്, ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ് ഓഫ് ആൻഡ് ഹൗ ഇറ്റ് ഇവോൾവ്ഡ്. ഇപ്പം നമ്മൾ കാണുന്ന ഡ്രാമാസ് ഇപ്പോഴത്തെ കണ്ടംപററി ടൈംസിലെ ഡ്രാമയിലോട്ട് എത്രത്തോളം ഒരു ഇവോൾവ് അല്ലെങ്കിൽ എവല്യൂഷൻ കാണാൻ പറ്റും, ട്രേസ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഐ ബി ഗിവിംഗ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ ലൈനേഴ്സ് ദാറ്റ് യു ക്യാൻ ഫോക്കസ് വൈൽ റിവൈസിങ് യുവർ പാർട്സ് ഓഫ് ഡ്രാമ ഫോർ UGC നെറ്റ്. ആൻഡ് നിങ്ങൾക്ക് നെറ്റ് JRF പെർസ്പെക്റ്റീവിലുള്ള ഹൈ yielding, ഹൈ വെയിറ്റേജ് ഏരിയാസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട മേജർ പോയിന്റ്സ് ആയിരിക്കും നമ്മളിന്ന് കവർ ചെയ്യുക. ദർ വിൽ ബി അതർ ഏരിയാസ് ആസ് വെൽ. കാരണം ഒരു യൂണിറ്റ് ആസ് സച്ച് ഡ്രാമ നമ്മൾ പഠിക്കുമ്പോൾ ഇറ്റ്സ് എ വെരി വാസ്റ്റ് ഏരിയ. കുറേ topics and കുറേ playwrights, കുറേ plays and all, we'll have to deeply analyze. അതിന്റെ സ്റ്റോറീസ്, പ്ലോട്ട്, കോണ്ടെക്സ്റ്റ്, ക്യാരക്ടേഴ്സ്, ഈച്ച് ഓഫ് ദ ക്യാരക്ടേഴ്സ് വരെ ലാസ്റ്റ് ടൈം ഒക്കെ നെറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോഴത്തെ നെറ്റിന്റെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ഇറ്റ് ഈസ് മോർ ഓഫ് ക്രൊണോളജി ഉണ്ട്, ബട്ട് സ്റ്റിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ആർഗ്യുമെന്റ്, റീസൺ, അസേർഷൻ, റീസൺ ക്വസ്റ്റ്യൻസ് ആണുള്ളത് കുറച്ചധികമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാന്ന് വെച്ചാൽ വീൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എ ലോട്ട് ഓഫ് തിങ് ഇൻ ഡെപ്ത് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോർ ദാറ്റ് മാറ്റർ അതുകൊണ്ട് തന്നെ കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് all the major areas. So we'll be discussing all the areas that we'll have to cover under the revision series of drama under British literature. Okay, so we can start British literature drama. So first we'll start with ഡ്രാമന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഏതൊരു പോയിന്റിൽ വെച്ചിട്ട് ഡ്രാമ ആസ് എ ആർട്ട് ഫോം അല്ലെങ്കിൽ ഒരു ആർട്ട് ആയിട്ട് എങ്ങനെയാണ് ഡ്രാമയ്ക്ക് ഒരു എവല്യൂഷൻ ഫ്രം ഓർ എ ബിഗിനിങ് പോയിന്റ് ഏതാണെന്നാണ് നമ്മൾ ഫസ്റ്റ് എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. So we can have a go through regarding the chronological stage movements of English drama. English drama ന്റെ chronological evolution എവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എങ്ങനെ ഗ്രോ ചെയ്തിട്ടുള്ളത് and how it evolved through ages. Okay, so I'll be mentioning the timeline. അപ്പോൾ നിങ്ങൾ ടൈം ലൈനും ഫെമിലിയർ ആക്കിയിട്ട് വെക്കുക. ഏതൊരു ഏജ് പീരീഡ് ആണ് ഈ ഡ്രാമ ഒക്കെ ഒക്കർ ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. കാരണം നിങ്ങൾക്ക് ആ നെയിംസും ടൈം ലൈനും വെച്ചിട്ട് നിങ്ങൾക്ക് ക്രൊണോളജി ട്രാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള വൺ ലൈനേഴ്സ് ഓൾസോ ഹാവ് പ്രൊവൈഡഡ് ആൻഡ് ഓൾസോ പ്ലേസിന്റെ നെയിംസും ആൻഡ് വിച്ച് കാറ്റഗറി ഓർ ഇറ്റ് ഏതൊരു കാറ്റഗറിന്റെ അണ്ടറിലാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്ലേ ഫോൾ അണ്ടർ ചെയ്യുന്നത് എന്നുള്ളതും ഐ ഹാവ് മെൻഷൻഡ്. സോ ലെറ്റ്സ് ഡൈവ് ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവിഷൻ സീരീസ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ക്രൊണോളജിക്കൽ സ്റ്റേജ് മൂവ്മെന്റ്സ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ ആണ്. ഐ ഹോപ്പ് മൈ വോക്കൽ, വീഡിയോ, PPT, everything is clear for you all. Audio, visibility, everything is okay. So I'm going to start. So chronological stage movements of English drama. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു medieval liturgical arena അല്ലെങ്കിൽ liturgical stage എന്ന് നമ്മൾ പറയും ടു വെർനാക്കുലർ സ്റ്റേജ്. ലിറ്റർജിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മോർ ഓഫ് റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ റിലീജിയസ് അറീനാസിൽ, റിലീജിയസ് സർക്കിൾസിൽ ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ മോർ ദാൻ എന്റർടൈൻമെന്റ് സംതിങ് ടു ടീച്ച്. ആ ഒരു സഭ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് മോറൽ ലെസൺസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ
ഗുഡ് പാത്തിലൂടെ നയിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ആർട്ടായിട്ടായിരുന്നു ഡ്രാമ ഫസ്റ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ്സ് വാട്ട് ലിറ്റർജിക്കൽ സ്റ്റേജ്. ലിറ്റർജിക്കൽ സ്റ്റേജിൽ ഡ്രാമ എക്സിസ്റ്റൻസ് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഫോർ റിലീജിയസ് പർപ്പസ്. ദെൻ ടു വെർനാക്കുലർ സ്റ്റേജ്. വെർനാക്കുലർ സ്റ്റേജിലോട്ടെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എലീറ്റ് ആൾക്കാരിൽ നിന്ന് മാറി കുറച്ചും കൂടി കോമൺ പീപ്പിളിനും കൂടി ആക്സസ് ഉള്ള ഒരു ആർട്ട് ഫോം ആയിട്ട് ഡ്രാമ മാറി. സോ ദിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഡ്രാമന്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ ട്രേസ് ചെയ്യുകയാണെങ്കിൽ പ്രൊമിനന്റ് ആയിട്ടാണ് കേട്ടോ. പ്രൊമിനന്റ് ആയിട്ട് നമ്മൾ ട്രേസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഇസ് ഫ്രം 14th to 15th century. 14th to 15th century ആ ഒരു ടൈം പീരീഡിലാണ് നമുക്ക് ഡ്രാമയുടെ ഒരു വാട്ട് blooming or blossoming of drama as an art form നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റാം. സോ പ്ലീസ് നോട്ട് ദ ടൈം ലൈൻ ആസ് വെൽ. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഏതൊക്കെയാ ക്രോണോളജിക്കൽ പീരിയഡ്സ് പറയുന്നതിൻ്റെ കൂടെ പ്ലേസും പ്ലേ റൈറ്റ്സിനെയൊക്കെ പറയുന്നതിൻ്റെ കൂടെ യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ദ ടൈം ലൈൻ ആസ് വെൽ സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ട്രേസ് ആൻഡ് ട്രാക്ക് ദ ക്രോണോളജി ആസ് വെൽ. ഓക്കെ, so liturgical tropes, mystery or guild cycles, miracle plays, tragedy, ഈ കാറ്റഗറീസിലായിട്ടാണ് ഡ്രാമ ഫസ്റ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓരോ പെർട്ടിക്കുലർ പീരിയഡ്സിനെയും ഡീപ്പായിട്ട് അനലൈസ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ആ ഒരു ടൈറ്റിൽസ് ഓഫ് ദി പീരിയഡ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഡിവിഷനിൽ നമുക്ക് ഡ്രാമനെ പഠിക്കാമെന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഫസ്റ്റ് stage where drama flourished, or starting point or the beginning point of drama is the medieval liturgical period, and it evolved to the vernacular stage. And the very first timeline that we have to keep in mind is the 14th to 15th century, because it is at that point of time drama flourished and it started off as a religious act. Okay, religious purposes in വേണ്ടിയിട്ട്, that is what we call as liturgical tropes. റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നതാണ്. ആൻഡ് റിലീജിയസ് കമ്മ്യൂണിറ്റീസിലായിരിക്കും ഇതധികം വിസിബിൾ അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്യുക. ക്വെം ക്വറിറ്റസ് is a drama name. Okay, ഒരു ടൈപ്പ് ഓഫ് ഡ്രാമയാണ് ലിറ്റർജിക്കൽ ട്രോപ്സ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് പ്ലീസ് ഡു റിമെമ്പർ ദാറ്റ് നെയിംസ്, ഡോണ്ട് ഗോ ടു മച്ച് ഡീപ്പ് ഇൻ ടു ദാറ്റ്, ബിക്കോസ് ഈ ഒരു ബിഗിനിങ് പോയിന്റ് ഉള്ളതൊന്നും അത്ര നമുക്ക് assumption ആണ്. There is no clarity regarding okay this is that, ഓ ഇത് എഴുതിയത് ഇയാളാണ് അല്ലെങ്കിൽ ഇത് ചെയ്തത് ഇയാളാണെന്നുള്ളൊരു നമുക്ക് പിൻ പോയിന്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആ സമയത്ത് പബ്ലിക്കേഷൻസ് ഒന്നും അത്ര ഉണ്ടായിരുന്നില്ല. സോ വി ഓൺലി നോ that these people performed this kind of plays and these were this kind of plays. നമുക്ക് assume ചെയ്ത് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. We can't pinpoint or fixate one artist or one play to this era or that kind of thing. അപ്പൊ ഏകദേശം എസംഷനിൽ ലിറ്റർജിക്കൽ ട്രൂപ്സ് ആയിരുന്നു ഫസ്റ്റ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ മിസ്റ്ററി ഓർ ഗിൽഡ് സൈക്കിൾ, നമ്മൾ അതിന് ഡീപ്പായിട്ട് വരും. സോ പ്ലീസ് റിമെമ്പർ ഇൻ ദ വെരി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡ്രാമ ഫ്ലറിഷ് ചെയ്യുന്നതിൻ്റെ ഒരു ബിഗിനിങ് പോയിന്റിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡ്രാമാസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്? ലിറ്റർജിക്കൽ ട്രോപ്സ് പ്ലേ ചെയ്ത ഡ്രാമാസ് ഉണ്ടായിരുന്നു, മിസ്റ്ററി പ്ലേസ് ഉണ്ടായിരുന്നു, മിറക്കിൾ പ്ലേസ് ഉണ്ടായിരുന്നു, മൊറാലിറ്റി പ്ലേസ് ഉണ്ടായിരുന്നു. ഇതിൽ 3 M's, which is mystery plays, miracle plays, morality plays. ഈ മൊറാലിറ്റി പ്ലേസ് എന്നൊക്കെ കുറേ അധികം നെറ്റ് പ്രീവൈക്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, എസ്പെഷ്യലി എവ്രി മാൻ എന്ന് പറഞ്ഞൊരു ഡ്രാമ ഓർ പ്ലേ ഹാസ് ബീൻ റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ബൈ നെറ്റ് ആൻഡ് ഓൾസോ ഐ തിങ്ക് ലാസ്റ്റ് UGC NET 2025 December, which you might have എഴുതിയിട്ടുള്ളവർക്ക് മേ ബി അല്ലെങ്കിൽ PYQs അനലൈസ് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. എവ്രി മാൻ എന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മിറക്കിൾ പ്ലേസ്, മൊറാലിറ്റി പ്ലേസ്, മിസ്റ്ററി പ്ലേസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഫസ്റ്റ് വന്നത് മിസ്റ്ററി പ്ലേസ് ആണ്, പിന്നെ മിറാക്കിൾ പ്ലേസ് വന്നിട്ടുള്ളത്, പിന്നെയാണ് മൊറാലിറ്റി പ്ലേസ് വന്നത്. വിൽ ഗോ ഡീപ്പ് ഇൻ ടു ദോസ് തിങ്സ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ആ സ്റ്റേജസ് മാത്രമാണ് ജസ്റ്റ് വി ആർ making familiarized with. Okay, we are getting familiarized with the stages. അപ്പൊ ഫസ്റ്റ് ആ ലിറ്റർജിക്കൽ ട്രൂപ്പും വെർനാക്കുലർ സ്റ്റേജും കഴിഞ്ഞു കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റേജ് ആണ് റിനൈസൻസ് കൊമേഴ്ഷ്യൽ സ്റ്റേജ്. ഈ റിനൈസൻസ് സ്റ്റേജ് ആണ് ഡ്രാമന് ഏറ്റവും പീക്ക് പീരീഡ് അല്ലെങ്കിൽ ഗോൾഡൻ പീരീഡ് ഓഫ് ഡ്രാമ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്നതാണ് റിനൈസൻസ് കൊമേഴ്ഷ്യൽ സ്റ്റേജ്. ഓക്കെ, റിനൈസൻസ് സ്റ്റേജോ അല്ലെങ്കിൽ റിനൈസൻസ് എറയിലോ ആണ് ഡ്രാമ ഏറ്റവും പീക്ക്
ഫോമിൽ അല്ലെങ്കിൽ ഏറ്റവും അധികം ഡ്രാമ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ഒരു ആർട്ട് ഫോം ആയിട്ട് ഡ്രാമനെ അത്രയധികം സെലിബ്രേറ്റ് ചെയ്തൊരു പീരീഡാണ് റിനൈസൻസ് പീരീഡ്. റിനൈസൻസ് പീരീഡ്, പ്ലീസ് ഡു റിമെമ്പർ റിനൈസൻസ് പീരീഡ് എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ദി എലിസബത്തൻ ഏജ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ദ പീരീഡ് വർ ഡ്രാമ പീക്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഗോൾഡൻ age of English literature. It is because of the fact that drama flourished and a lot of playwrights, a lot of writers were there to establish English literature in a very what convincingly അവർ അത്രത്തോളം ആർട്ട് ആയിട്ട് ഡ്രാമ ആയിക്കോട്ടെ, സോണറ്റ്സ് ആയിക്കോട്ടെ, പോയിട്രി, ലോട്ട് ഓഫ് ഫോംസിൽ ലിറ്ററേച്ചറിനെ ഫ്ലറിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പീരീഡാണ് റിനൈസൻസ് പീരീഡ്. സോ റിനൈസൻസ് പീരീഡ് എന്ന് കേൾക്കുമ്പോൾ യു വിൽ ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് മാർലോ, ക്രിസ്റ്റഫർ മാർലോ ആണ് ക്രിസ്റ്റഫർ മാർലോ നമ്മളിപ്പോഴും പറയും, അതായത് ക്രിസ്റ്റഫർ മാർലോന്റെ കുറച്ചൊരു ടൈം പീരീഡിലാണ് അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഷേക്സ്പിയർ എബവ് ആയിട്ട് മാറിയിട്ടുള്ളത്. അതർവൈസ് ഇഫ് മാർലോ ഹാഡ് എക്സിസ്റ്റഡ് എ ബിറ്റ് മോർ ഓഫ് ടൈം, കുറച്ചും കൂടി ലൈഫ് സ്പാൻ ഉണ്ടായിരുന്നെങ്കിൽ ക്രിസ്റ്റഫർ മാർലോ മൈറ്റ് ബി ദ celebrated personality rather than Shakespeare nowadays. Okay, so Christopher Marlowe period ആണ്, വില്യം ഷേക്സ്പിയറിന്റെ period ആണ്, തോമസ് കിഡിന്റെ period ആണ്, തോമസ് നാഷ്, ലൈലി പീൽ, ജോർജ് പീൽ, ഇവരൊക്കെ പീരീഡ് ആണ്. ഈ ആൾക്കാരെ ഒരു 7 സെറ്റ് ഓഫ് ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന ഒരു കാറ്റഗറി നെയിം ഉണ്ട്, വിച്ച് ഇസ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റീസിൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള റൈറ്റേഴ്സിനെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് വിളിക്കുക. ബിക്കോസ് ദേ വേർ ഗിവൻ സച്ച് എ ടൈറ്റിൽ ബിക്കോസ് ഈ യൂണിവേഴ്സിറ്റിയിൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഈ റൈറ്റേഴ്സ് അത്രയധികം കോൺട്രിബ്യൂഷൻസ് ഈ റിനൈസൻസ് പീരീഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് വൈ. ആൻഡ് ഈ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്നുള്ളൊരു ടൈറ്റിൽ ഇവരെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഇവർക്ക് കിട്ടിയതല്ല. 19th സെഞ്ച്വറിയിലാണ് ഇവരെ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്നുള്ളൊരു ടാഗിൽ പോപ്പുലറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ദീസ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആർ 7 in number, so you have to remember all these 7 names as well. Okay, Marlowe, Kidd, Green, Liley, Peel, Lodge, Nash. Okay, നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ദെൻ ഷേക്സ്പിയറിയൻ ഡ്രാമ, ഷേക്സ്പിയറിന്റെ ട്രാജഡീസ് ഒക്കെ ഫ്ലറിഷ് ചെയ്തിട്ടുള്ള ഒരു പീരീഡ് ആണ്. ആൻഡ് ദ ടൈം ലൈൻ യു ഹാവ് ടു റിമെമ്പർ വിച്ച് ഇസ് 1580s to 1642. 1580s to 1642 എന്നുള്ളൊരു പീരീഡ് ആണ് ദ ഗോൾഡൻ പീരീഡ് ഓഫ് ഡ്രാമ, where drama peaked and drama was its best ഫോമിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള പീരീഡ് ആണ് റിനൈസൻസ് പീരീഡ്. ആൻഡ് ദ പീരീഡ് ഇസ് 1580. Okay, 1580s to 1642. Another thing, ഷേക്സ്പിയറിയൻ ഡ്രാമയ്ക്ക് കഴിഞ്ഞിട്ട് വരുന്നതാണ് ജക്കോബിയൻ ഡ്രാമ. ബെൻ ജോൺസൺ, വെബ്സ്റ്റർ, തോമസ് മിഡിൽട്ടൺ, ഇവരൊക്കെയുള്ള ഒരു പീരീഡാണ് ജക്കോബിയൻ ഡ്രാമ, വിച്ച് ഓൾസോ കംസ് അണ്ടർ ദ 1642 വരെയുള്ള പീരീഡിൽ വരുന്നതാണ് ജക്കോബിയൻ ഡ്രാമയും. എലിസബത്തൻ എറ കഴിഞ്ഞിട്ടുള്ളതാണ് ജക്കോബിയൻ. അപ്പൊ ജക്കോബിയൻ എറയും എലിസബത്തൻ എറയും കമ്പൈൻഡ്ലി കുറേ അധികം ഡ്രാമാസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് യു ഹാവ് ടു റിമെമ്പർ ഓൾ ദീസ് നെയിംസ് ആസ് വെൽ. ഓക്കെ, next stage where you'll have to categorize drama is Puritan interregnum closure, 1642 to 1660. It's a very short period. പ്യൂരിറ്റൻ റൂളിന്റെ അണ്ടറിൽ കുറേ തിയേറ്റേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ തിയേറ്റേഴ്സ് ഒക്കെ ക്ലോസ് ചെയ്യപ്പെട്ടു. ആ ക്ലോഷർ ഓഫ് തിയേറ്റേഴ്സ് അണ്ടർ പ്യൂരിറ്റൻ റൂൾ ഹാപ്പൻ ചെയ്ത പീരീഡാണ് 1642 to 1660. ആ സമയത്ത് ഡ്രാമക്ക് കുറച്ചൊരു ഡിക്ലൈൻ ഹാപ്പൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ഇസ് റെസ്റ്റോറേഷൻ കോമഡി ആൻഡ് ഹെറോയിക് ട്രാജഡി. റെസ്റ്റോറേഷൻ പീരീഡ് എപ്പോഴാണ്? 1660 to 1700s വരെയുള്ള പീരീഡിനെയാണ് നമ്മൾ റെസ്റ്റോറേഷൻ പീരീഡ് എന്ന് വിളിക്കുക. അപ്പൊ റെസ്റ്റോറേഷൻ പീരീഡിൽ കുറെ അധികം കോമഡി ഓഫ് മാനേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വില്യം കോൺഗ്രീവ്, ഡ്രൈഡൻ,
വിച്ചർലി വില്യം കോൺക്രീവിന്റെ ഒക്കെ നിങ്ങൾക്ക് കുറെ അധികം പ്ലേസ് കാണാൻ പറ്റും ഈ റെസ്റ്റോറേഷൻ പീരീഡിൽ. റെസ്റ്റോറേഷൻ കോമഡി ആൻഡ് ഹെറോയിക് ട്രാജഡി ഏതൊരു ടൈം ലൈനിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഇറ്റ് ഇസ് 1660 to 1700 വരെയുള്ള പീരീഡിൽ കുറെ അധികം കോമഡി ഓഫ് മാനേഴ്സ് കാറ്റഗറിയിൽ പ്ലേസ് എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എ ലോട്ട് ഓഫ് ഹെറോയിക് ട്രാജഡീസ് ആസ് വെൽ. ആൻഡ് എമർജൻസ് ഓഫ് ഫീമെയിൽ ആക്ട്രസസ് ഓൾസോ occurred during this period. ഈ റെസ്റ്റോറേഷൻ പീരീഡിലാണ് റിനൈസൻസ് ടൈംസിൽ അല്ലെങ്കിൽ ഷേക്സ്പിയറിന്റെ ഡ്രാമാസ് അല്ലെങ്കിൽ വില്യം ക്രിസ്റ്റഫർ മാർലോന്റെ പ്ലേസ് ആയിക്കോട്ടെ, ഇതൊക്കെ തിയേറ്ററിക്കൽ എനാക്ട്മെന്റ്സ് ആണ്, തിയേറ്ററിൽ പെർഫോം ചെയ്ത പ്ലേസ് ആണ്. ആൻഡ് അവിടെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഒരു മെയിൽ ആക്ടർ വന്നിട്ട് ഫീമെയിൽ ക്യാരക്ടർ ആയിട്ട് വേഷം കെട്ടിയിട്ടാണ് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദോസ് ടൈംസ് ഫീമെയിൽ ആക്ട്രസസ് വർ നോട്ട് പ്രസന്റ്. അപ്പൊ ഫീമെയിൽ ആക്ട്രസസിന്റെ എമർജൻസ് ഏതൊരു പീരീഡിലാണ് ഹാപ്പൻ ചെയ്തെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് റെസ്റ്റോറേഷൻ. ഓക്കെ, റെസ്റ്റോറേഷൻ എറയിലാണ്. അതുവരെ ഫീമെയിൽ ക്യാരക്ടേഴ്സിനൊക്കെ മെയിൽ ആക്ടേഴ്സ് ഫീമെയിൽ ചേഞ്ച്, അതായത് ഫീമെയിൽ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് എനാക്ട് ചെയ്യുന്ന ഒരു വേ ഓഫ് കൾച്ചർ ആയിരുന്നു. ഫീമെയിൽസ് were not given that kind of representation or they were not put in front while these art അല്ലെങ്കിൽ dramas were performed. പക്ഷേ the emergence of female actresses occurred during the period of restoration പീരീഡിലാണ് occur ചെയ്തിട്ടുള്ളത്. റെസ്റ്റോറേഷൻ കോമഡി ഓഫ് മാനേഴ്സ് പ്ലേസിലാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീമെയിൽ ആക്ട്രസസിന്റെ എമർജൻസ് കാണാൻ സാധിക്കുക. Okay, and who were the major playwrights of that period? Dryden ഉണ്ടായിരുന്നു. Dryden is very much familiar, popular for comedy of manners. അപ്പോൾ comedy of manners എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ satirical form of play where the mannerisms or the behaviors of that particular era or a community will be mocked or satirized to bring out the good. ഓക്കെ, ആൾക്കാരെ മോറലി ടീച്ച് ചെയ്യാൻ ത്രൂ സെറ്റൈറിക്കൽ ഫോം, ഡാർക്ക് ഹ്യൂമർ ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുന്ന പ്ലേസ് ആയിരിക്കും ഈ കോമഡി ഓഫ് മാനേഴ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ദെൻ ദർ വിൽ ബി ഹെറോയിക് ട്രാജഡീസ്. ഒരു ഹീറോ ഭയങ്കരമായിട്ട് ആ ഒരു ഹീറോനെ സെലിബ്രേറ്റ് ചെയ്യും, ഫ്ലറിഷ് ചെയ്യും, ആ ഹീറോനെ ഏറ്റവും പീക്ക് പെർഫോമൻസസ് ഒക്കെ കാണിച്ചിട്ട് ദ ഹമാഷ്യ കാണിക്കും. ഹമാഷ്യ മീൻസ് ദ ട്രാജിക് ഫ്ലോ ഓഫ് ദാറ്റ് ഹീറോ ഓൾസോ വിൽ ബി ഷോക്കേസ്ഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഡ്രാമ. അതാണ് ഹെറോയിക് ട്രാജഡി. ഒരു സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ഹീറോന്റെ ട്രാജിക് ഫ്ലോ കാണിക്കുന്ന കുറെ അധികം പ്ലേസും ആ സമയത്ത് ഉണ്ടായിരുന്നു. വിൽ ഗോ മച്ച് മോർ ഡീപ്പ് ഇൻ ടു ദാറ്റ്. വിൽ ഗോ ത്രൂ ദി എക്സാമ്പിൾസ് ഓഫ് ദ പ്ലേസ് of those particular ages as well. Now we can just remember all those titles, the timelines, and the very few things that you'll have to remember, which is the peculiarities of that particular era. Next one is 18th century reform and satire. അതായത് റെസ്റ്റോറേഷൻ കോമഡി ഹെറോയിക് ട്രാജഡി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ 1700s to 1790s വരെയുള്ള ടൈം ലൈൻ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ചും കൂടി സെറ്റയർ കുറച്ചും കൂടി പീക്കായി. സെറ്റയർ കുറച്ചും കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ആൾക്കാർ അതിന് കൂടുതൽ അക്സെപ്റ്റൻസ് കൊടുത്തു. ആൻഡ് പ്ലേ റൈറ്റ്സ് സ്റ്റാർട്ടഡ് ടു റൈറ്റ് ഇൻ സെറ്റൈറിക്കൽ ഫോംസ്. 18th century റിഫോർമേഷൻസ്, റെവല്യൂഷണറി കാര്യങ്ങളും റെവല്യൂഷണറി തീംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഉണ്ടായിരുന്നുള്ള പ്ലേസിൽ. And one major category of plays was sentimental comedy. Then there were domestic tragedy. അതുവരെ കൂടുതൽ മോർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സിനെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കോർട്ട്ലി കോമൺ പീപ്പിളിന്റെ ക്യാരക്ടേഴ്സ് ഒന്നും അധികം പ്ലേസിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡ്യൂറിങ് ദിസ് പീരീഡ് 1700s 1790s കുറച്ചും കൂടി ഡൊമസ്റ്റിക് ക്യാരക്ടേഴ്സിന്റെ എമർജൻസി സ്റ്റാർട്ട് ചെയ്തു. ഡൊമസ്റ്റിക് ട്രാജഡീസ് വന്നു. ഹെറോയിക് ട്രാജഡി എന്നൊക്കെ മാറി ഡൊമസ്റ്റിക് ട്രാജഡീസ്, കുറച്ചും കൂടി കോമൺ പീപ്പിളിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സ്ലോലി, ഓക്കെ, നോട്ട് ദാറ്റ് പ്രൊമിനന്റ്ലി ആസ് ദാറ്റ് വാസ് വിസിബിൾ ഇൻ ദ വിക്ടോറിയൻ പീരീഡ്, ബട്ട് അതിനൊക്കെയുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ഈ 1700 to 1790s 18th century റിഫോം ആൻഡ് സെറ്റയർ പ്ലേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടി ഡൊമസ്റ്റിക് കോമൺ പീപ്പിൾ ക്യാരക്ടേഴ്സ് കുറച്ചും കൂടി വരാൻ തുടങ്ങി, വിസിബിൾ ആവാൻ തുടങ്ങി. ഏർലിയർ ഓൺ ഇറ്റ് വാസ് മെയിൻലി അബൌട്ട് എലീറ്റ് പീപ്പിളിന്റെ അല്ലെങ്കിൽ ഹീറോ വർഷിപ്പിംഗ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പ്ലേസിലെ മേജർ തീംസ് ആയിട്ട് കാണാൻ പറ്റുക. ബട്ട് ലേറ്റർ ഓൺ സ്റ്റാർട്ടഡ് ഷിഫ്റ്റിംഗ് ടു ദ കോമൺ പീപ്പിൾ ആസ് വെൽ.
Then anti-sentimental comedy ഉണ്ടായിരുന്നു. Goldsmith and Sheridan were the popular playwrights who were also the satire-ന്റെ kings എന്നൊക്കെ നമുക്ക് വിളിക്കാം, because they were the ones. Oliver Goldsmith and Sheridan ഒക്കെ കുറെ പ്ലേസിന്റെ എക്സാമ്പിൾസ് നമുക്ക് ഡീപ്പായിട്ട് ഡെൽവ് ചെയ്യാം നെക്സ്റ്റ് in the coming ways. Sixth division with which I have divided drama is that the realist break in modern discussion stage, which is the late 19th to mid 20th century. ഈ റൊമാൻറ്റിക് ഏജും വിക്ടോറിയൻ ഏജും ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അത്ര പ്രൊമിനൻ്റ് ആയിട്ട് ഡ്രാമാസ് കാണാൻ പറ്റില്ല. ഈ ഒരു റിനൈസൻസ് പീരീഡും റെസ്റ്റോറേഷൻ പീരീഡും ഒക്കെ കഴിഞ്ഞിട്ട് ഡ്രാമ കുറച്ചും കൂടി ഫ്ലറിഷ് ആയിട്ടുള്ള പീരീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ദ ടൈം ഓഫ് it will be in the time of the modern war-oriented times. War times-ലാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് പ്ലേസിനൊക്കെ കാണാൻ പറ്റുക. നിങ്ങൾക്ക് ബെർട്ടോൾട്ട് ബ്രെറ്റിനെ കാണാം, തിയേറ്റർ ഓഫ് ആബ്സേർഡ്. തിയേറ്ററിനെ കംപ്ലീറ്റ്ലി ഒരു ഡീകൺസ്ട്രക്ഷൻ ചെയ്തെടുത്ത് പുതിയ ഫോംസ് ഓഫ് പ്ലേ ഒക്കെ എമേർജ് ചെയ്തിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു മോഡേൺ എറ. മോഡേൺ ഏജിൽ കുറേ അധികം പ്ലേസ് ഡിഫറെൻ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ തുടങ്ങി, വിച്ച് ഇസ് ലേറ്റ് 19th to mid 20th century. Realism and naturalism peaked at that point, and well-made play deconstruction was being done. Deconstruct ചെയ്ത് വേറെ കുറെ പുതിയ plays, type of plays തുടങ്ങി. You might have heard kitchen sink drama, theater of absurd, epic theater. ഇങ്ങനത്തെ കുറെ forms of theater started to emerge during this period. Bernard Shaw, Galsworthy and all were prominent playwrights during that time. Poetic drama revival happened ചെയ്തു. അതായത് റിനൈസൻസ് പീരീഡിൽ കുറേ അധികം വേഴ്സ് ഫോമിലുള്ള ഡ്രാമ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് പോയറ്റിക് ഡ്രാമ കുറച്ച് ഡിക്ലൈൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഡ്യൂറിങ് ദ മോഡേൺ ഏജ് T.S. Eliot, നിങ്ങൾ മർഡർ ഇൻ ദ കത്തീഡ്രലൊക്കെ ഇഫ് യു മൈറ്റ് ഹവ് എൻകൗണ്ടർഡ്, യു മൈറ്റ് ഹവ് സീൻ. Then Fry's play poetic drama. Poetic drama is something that will be presenting the drama, dialogues and everything in a versification form. അല്ലെങ്കിൽ ഒരു വേഴ്സ് ഫോർമാറ്റിലായിരിക്കും ഈ ഡ്രാമ ഒക്കെ എഴുതിയിട്ടുണ്ടാവുക, ഈ പ്ലേ ഒക്കെ എഴുതിയിട്ടുണ്ടാവുക. So such kind of dramas or such kind of plays emerged during the modern age, and especially one of the major playwright, അല്ലെങ്കിൽ the writer of such kind of poetic drama was T.S. Eliot. Example, Murder in the Cathedral. Okay. Next one is post-war. After the war is what ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ തിയേറ്റർ ഓഫ് ദി ആബ്സേർഡ്, ആങ്ക്രി യങ് മെൻ, കിച്ചൺ സിങ്ക് ഡ്രാമ, കണ്ടംപററി പോസ്റ്റ് മോഡേൺ ഡ്രാമയുടെ ഒക്കെ എക്സിസ്റ്റൻസ് ആഫ്റ്റർ ദ വാർ, വിച്ച് ഇസ് പോസ്റ്റ് വാർ പീരീഡ് 1950s to the present times. നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഓൾ ദ കൈൻഡ് ഓഫ് പ്ലേസ് ദാറ്റ് വർ പ്രൊഡ്യൂസ് ഡ്യൂറിങ് ദിസ് ടൈം. തിയേറ്റർ ഓഫ് ദി ആബ്സേർഡിന്റെ ഏറ്റവും ഐഡിയൽ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഇസ് സാമുവൽ ബെക്കറ്റിന്റെ ഒരു പെർട്ടിക്കുലർ വർക്ക് ഉണ്ട്. ഐ വിൽ ഡിസ്കസ് ദാറ്റ്. ദെൻ ഇറ്റ് ഇസ് ഹാരോൾഡ് പിൻഡറിന്റെ വർക്ക് ഉണ്ട്. ഹാരോൾഡ് പിൻഡറിന്റെ ബർത്ത്ഡേ പാർട്ടി ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ദെൻ ആങ്ക്രി യങ് മെൻ, ഓസ്ബോൺ, എപ്പിക് ആൻഡ് പൊളിറ്റിക്കൽ തിയേറ്റേഴ്സ് ഹാപ്പൻ ചെയ്തു. കണ്ടംപററി ആൻഡ് പോസ്റ്റ് മോഡേൺ ഡ്രാമ ഓൾസോ ഹാപ്പൻ ചെയ്തു. സാമുവൽ ബെക്കറ്റിന്റെ ഏത് പ്ലേ ആ തിയേറ്റർ ഓഫ് ആബ്സേർഡ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഗെസ്, ആൻഡ് വിൽ ബി ഡീലിംഗ് വിത്ത് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്സ്. So I hope the chronology is clear for you. ഇങ്ങനെ ഒരു ടൈം ലൈൻ ആക്കി പഠിച്ചാൽ that will be much more easy as far as revision is concerned. Okay, revision ആസ്പെക്റ്റിൽ ഇങ്ങനെ ഡിവിഷൻ ആക്കിയിട്ട് കുറച്ചും കൂടി ചെക്ക് ചെയ്താലോ, ഈച്ച് ഓഫ് ദ പ്ലേസ് ആൻഡ് പ്ലേ റൈറ്റ്സ് ചെക്ക് ചെയ്താൽ that will be easy for you to track ഒരു പ്ലേസ് ഏതൊക്കെ ടൈം ലൈൻസിലാണ് ഹാപ്പൻ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ക്രോണോളജി ക്വസ്റ്റ്യൻസ് ഈസിലി അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇനി ഓരോ ഏരിയാസിനെയും ഡീപ്പായിട്ട് നോക്കുകയാണ്. And I think we won't be having much time for that. So നമുക്ക് ഓരോ എറയിലെയും ഓരോ പീരീഡിലെയും സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേ നോക്കാം, പ്ലേ റൈറ്റിനെ നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലേയും പ്ലേ റൈറ്റും നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ അലൈൻ ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് വിത്ത് വിച്ച് ദാറ്റ് പ്ലേ ഹാസ് ബീൻ റിട്ടൺ. ഓരോ പ്ലേയിലും അല്ലെങ്കിൽ ഓരോ പ്ലേ റൈറ്റിനും നമ്മൾ പഠിക്കുമ്പോൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ദ പെക്യൂലാരിറ്റീസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്ലേ ആൻഡ് പ്ലേ റൈറ്റ് ഷുഡ് ബി അനലൈസ്ഡ് അലോങ് വിത്ത് ദാറ്റ് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് വിത്ത് വിച്ച് ദാറ്റ് പെർട്ടിക്കുലർ പ്ലേ ഹാസ് ബീൻ റിട്ടൺ. അപ്പോൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടി നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ റിഗാർഡിങ് how that play has been received, why that play has been written, what is the motive behind that particular play, what is the thematic concern of that play എന്നൊക്കെ നമുക്ക് അറിയേണ്ട
we'll have to understand the context with which it has been written. So for that factor, we'll have to understand either historical period lana, your drama editullathu, അല്ലെങ്കിൽ your play present editullathu, we'll have to check. So first of all, I told you it is the liturgical trope that led the drama to flourish or to begin or to bloom at the very first point. And the catalyst factor ആയിട്ട് liturgical trope ആയിരുന്നു എക്സിസ്റ്റ് ചെയ്യുന്നത്. And the 10th century quem quoritus trope എന്ന് നമ്മൾ പറയാം. It is a 4-line musical dialogue. Musical dialogue interpolated into the Easter Mass between the angels and the three maids at Christ's tomb. അപ്പൊ ഫസ്റ്റ് ഡ്രാമയുടെ ഒരു എക്സിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ ക്വെം ക്വാറിറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 4-line ഡയലോഗ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലേ ഫോമാറ്റിലായിരുന്നു ആദ്യം എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കുറച്ചും കൂടി ബിബിലിക്കൽ സ്റ്റോറീസ് അല്ലെങ്കിൽ ഈസ്റ്റർ മാസ് ബിറ്റ്വീൻ ദ ഏഞ്ചൽസ് ആൻഡ് 3 മേരീസ് ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഉള്ള ഒരു പ്ലോട്ടിലായിരിക്കും ഈ പെർട്ടിക്കുലർ ഡ്രാമ എഴുതിയിട്ടുണ്ടാവുക. ഇറ്റ് ഇസ് 10th century ക്വെം ക്വാറിറ്റസ്. ഓക്കെ, പ്ലീസ് note the name and the way with which it was written. 4-line musical dialogue ഉള്ള ഡ്രാമ ആയിട്ടായിരുന്നു. ഒരു ഫസ്റ്റ് ഏർലിയർ ഫോം ഓഫ് ഡ്രാമ ഒക്കെ നമ്മൾ ട്രേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ, ഇനി ഷിഫ്റ്റ് ചെയ്യാണ് ടു മച്ച് മോർ ഓഫ് എ ഡ്രാമറ്റൈസ്ഡ് ഫോർമാറ്റിലേക്ക്. ഡ്രാമറ്റൈസേഷൻ മൂവ് ഫ്രം ദ ഇന്റീരിയർ കോയർ ഓഫ് ദ ചർച്ച് ടു ദ പോർച്ച്. പിന്നെ ഈ 4-line മ്യൂസിക്കൽ ഡയലോഗ് എന്ന് മാറി ഈ ചേർച്ചിൻ്റെ ഉള്ളിൽ കുറച്ച് പേര് കണ്ടക്ട് ചെയ്യുന്ന ഒരു കോയർ ഫോർമാറ്റ് ഒരു സോങ് ഫോർമാറ്റിൽ മ്യൂസിക്കൽ ഫോർമാറ്റിൽ എനാക്ട് ചെയ്യപ്പെടുന്ന ഒരു ആർട്ടായിട്ട് ഡ്രാമ മാറി. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇന്നർ പാർട്ട് ഓഫ് ദ ചർച്ച് എന്ന് മാറി പുറത്തോട്ട് ടു ദ പോർച്ച് ഓഫ് ദ ചർച്ചിന്റെ പുറത്തോട്ട് കുറച്ചും കൂടി അധികം ആൾക്കാരും കുറച്ചും കൂടി ബിഗർ ഫോർമാറ്റിലുമായിട്ട് ഡ്രാമ എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് അൾട്ടിമേറ്റ്ലി ദ ഷിഫ്റ്റ് ബിഗാൻ ഫ്രം ദ ചർച്ച്, ഇന്നർ സൈഡ് ഓഫ് ദ ചർച്ച്, ടു ദ പോർച്ച് ഓഫ് ദ church, then into the public marketplace, and shifting language from Latin to vernacular Middle English. അപ്പോൾ ഡ്രാമക്കൊക്കെ ഫസ്റ്റ് ഒരു ഓഡിയൻസ്, ഏതൊക്കെ ഓഡിയൻസിനായിരിക്കും ആക്സസ് ഉണ്ടാവുക? എലീറ്റ് പീപ്പിൾ, ഓക്കെ, കോർട്ട് പീപ്പിൾ. ലാംഗ്വേജ് ഫ്രം ലാറ്റിനിലായിരുന്നു ഡ്രാമ ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് നിങ്ങൾക്കറിയാം ഈ ഒരു മിഡീവൽ പീരീഡിൽ അല്ലെങ്കിൽ മിഡിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ 3 ലാംഗ്വേജസ് ആയിരുന്നു കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാറ്റിൻ, ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ് എസ്പെഷ്യലി. മിഡിൽ ഇംഗ്ലീഷ് വാസ് ദ ലാംഗ്വേജ് ഓഫ് ദ കോമൺ പീപ്പിളിന്റെ ലാംഗ്വേജ് ആയിരുന്നു മിഡിൽ ഇംഗ്ലീഷ്. ലാറ്റിനും ഫ്രഞ്ചും ഒക്കെ കോർട്ട് പീപ്പിളിന്റെയും എലീറ്റ് പീപ്പിളിന്റെയും ഒക്കെ ലാംഗ്വേജ് ആയിരുന്നു. കോമൺ പീപ്പിളിന് ആക്സസ് ഉണ്ടായിരുന്നില്ല ഈ ലാംഗ്വേജസിന്. സോ ഈ ഡ്രാമയുടെ എവല്യൂഷൻ നമ്മൾ ട്രേസ് ചെയ്യുകയാണെങ്കിലും ഡ്രാമ ഫസ്റ്റ് ഇന്നർ പാർട്സ് ഓഫ് ദി ചർച്ചിൽ പെർഫോം ചെയ്തു, പിന്നെ അത് പുറത്തോട്ട് വന്നു, പിന്നെ അത് മാർക്കറ്റ് പ്ലേസ് വിച്ച് ഇസ് അവൈലബിൾ ഫോർ ദ കോമൺ പീപ്പിൾ ആസ് വെൽ. അതുകൊണ്ട് തന്നെ ലാറ്റിൻ ലാംഗ്വേജ് എന്നുള്ളൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ആൻഡ് ഓൾ ദ ഡ്രാമ എക്സിസ്റ്റഡ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ലാറ്റിൻ, ദെൻ ലേറ്റർ ഇറ്റ് ചേഞ്ചസ് ടു വെർനാക്കുലർ കോമൺ പീപ്പിളിന്റെ ലാംഗ്വേജ് ആയിട്ടുള്ള മിഡിൽ ഇംഗ്ലീഷിലോട്ട് മാറി. ഓക്കെ, next one, these are kind of important. Please do remember mystery plays. നിങ്ങളോട് എപ്പോഴും മിസ്റ്ററി പ്ലേസ്, മിറാക്കിൾ പ്ലേസ്, മൊറാലിറ്റി പ്ലേസ് ഇതിന്റെ ക്രോണോളജി അനുസരിച്ചിട്ട് ഓർഡർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി PYQs കാണാറുണ്ട്. ദാറ്റ്സ് വൈ ടോൾഡ് റീസൺ PYQs ടാർഗറ്റ് ദ സൈക്കിൾസ്. ഓക്കെ, സൈക്കിൾസ് ഓഫ് മിസ്റ്ററി വേഴ്സസ് മിറാക്കിൾ പ്ലേ. അപ്പോൾ വാട്ട് ഈസ് എ മിസ്റ്ററി പ്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ PYQs ഒക്കെ അനലൈസ് എന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും മിസ്റ്ററി പ്ലേസ് എന്ന് പറഞ്ഞിട്ട്. സോ വാട്ട് ഡു യു മീൻ ബൈ എ മിസ്റ്ററി പ്ലേ? What do you mean by a mystery play? A mystery play is a form of play that enacts any biblical stories. ഏതെങ്കിലും ഒരു ബിബ്ലിക്കൽ ഹിസ്റ്ററി സ്റ്റോറീനെ എടുത്തിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് നമ്മൾ മിസ്റ്ററി പ്ലേ എന്ന് പറയാം. സോ ആ ബിബ്ലിക്കൽ ഹിസ്റ്ററി, ഒരു ബൈബിൾ സ്റ്റോറീനെ ഡ്രാമറ്റൈസ് ചെയ്തിട്ട് പ്ലേ പോലെ എനാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മിസ്റ്ററി പ്ലേ എന്ന് പറയാം. ഇറ്റ് occurs from Genesis starting point to the last judgment. The whole history, the whole biblical history will be covered under mystery plays. അപ്പോൾ കുറേ അധികം plays ഈ mystery plays in under വരും. It will be purely religious, it will be purely biblical in context, okay, and organized and financed by craft guilds on movable pageant wagons during the feast of Corpus Christi.
ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. പക്ഷെ നിങ്ങൾ നോക്കുക, ഇതൊക്കെ ചർച്ച് ഫണ്ടഡ് ആയിട്ടുള്ള ബിബിലിക്കൽ ഹിസ്റ്ററീസിനെ പ്രസന്റ് ചെയ്തിട്ടുള്ള പ്ലേസ് ആയിരിക്കും മിസ്റ്ററി പ്ലേസ്. ആൻഡ് ഈ മിസ്റ്ററി പ്ലേസിൽ തന്നെ നിങ്ങൾക്ക് കുറെ സൈക്കിൾസ് കാണാൻ പറ്റും. അതായത് ബിബ്ലിക്കൽ സ്റ്റോറീസിനെ പല സൈക്കിൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദ വെരി ഫസ്റ്റ് സൈക്കിൾ ഇസ് യോർക്ക് സൈക്കിൾ. യോർക്ക് സൈക്കിളിൽ 48 പ്ലേസ് ഉണ്ടാവും. ഈ ഒരു യോർക്ക് സൈക്കിൾ ഡൊമെയിനിൽ 48 പ്ലേസ് ഉണ്ടാവും. ഈ 48 പ്ലേസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് വിൽ ബി നോട്ടഡ് ഫോർ ഇറ്റ്സ് റിയലിസ്റ്റിക് ക്യാരക്ടർ, ഫോക്കസ് ഓൺ ദ മെക്കാനിക്സ് ഓഫ് ദ ക്രൂസിഫിക്ഷൻ. ക്രൈസ്റ്റിന്റെ ക്രൂസിഫിക്കേഷനിലായിരിക്കും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ദ പെർഗേഷൻ അല്ലെങ്കിൽ സാൽവേഷൻ, പ്യൂരിഫിക്കേഷൻ ഓഫ് ഹ്യൂമാനിറ്റി, ഹ്യൂമൻ ബീങ്സിനെ നല്ല നേർവഴിയിൽ നടത്തുന്ന, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മളുടെ സിൻസ് ഒക്കെ കഴുകിക്കളയണം, ലൈക്ക് ഓൾ ദീസ് തിങ്സ്, ഓൾ ദീസ് ബിബിലിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് റിയാലിറ്റി ഫോക്കസ്ഡ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്രൂസിഫിക്ഷൻ, ബിബിലിക്കൽ ഹിസ്റ്ററി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സൈക്കിൾ ആയിരിക്കും യോർക്ക് സൈക്കിൾ. യോർക്ക് സൈക്കിൾ എത്ര പ്ലേസ് ഉണ്ട് നോക്കുക? 48 പ്ലേസ്. ഓക്കെ. ദെൻ കംസ് വേക്ക്ഫീൽഡ് സൈക്കിൾ. വേക്ക്ഫീൽഡ് സൈക്കിൾ ആണ് അടുത്തത്. ആൻഡ് അതിൽ എത്ര പ്ലേസ് ഉണ്ട് നോക്കാം. ആൻഡ് ഈ വേക്ക്ഫീൽഡ് സൈക്കിളിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് യോർക്ക് സൈക്കിൾ. സോ പ്ലീസ് ഡു റിമെമ്പർ ദാറ്റ്. ആൻഡ് ഈ വേക്ക്ഫീൽഡ് സൈക്കിള് ഒരു 9 ലൈൻ സ്റ്റാൻസ ഫോർമാറ്റിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ആൻഡ് ക്രെഡിറ്റഡ് ടു ആൻ അനോണിമസ് റൈറ്റർ. ആരാ എഴുതിയിട്ടുള്ളതെന്നൊന്നും അറിയില്ല. സോ വി ജനറലി കോൾ ദാറ്റ് റൈറ്റർ ആസ് വേക്ക്ഫീൽഡ് മാസ്റ്റർ. Okay, writer na nammal Wakefield master anonymous who and all we don't know, so we give the title Wakefield master to that person. The second shepherd's play is celebrated for its structural parallelism. Either example ആണ് Wakefield cycle ഉള്ള the low comedy of the sheep stealer, Mac hiding a stolen sheep in a cradle is a deliberate parody of the nativity of Christ that follows. The second shepherd's play is an example that of a play that happened in Wakefield cycle. നിങ്ങൾ ഇത് ഡീപ്പ് ആയിട്ട് നോക്കേണ്ട, ഇത്ര സൈക്കിൾസ് ഉണ്ടെന്ന് മാത്രം നോക്കി വെക്കുക ഈ മൊറാലിറ്റി പ്ലേസിന്റെ അണ്ടറിൽ, അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജസിൽ ഈ ബിബിലിക്കൽ ഹിസ്റ്ററി വെച്ചിട്ട് ഉണ്ടാക്കുന്ന പ്ലേസിന്റെ അണ്ടറിൽ ഈ സൈക്കിൾസ് ഉണ്ട്. യോർക്ക് സൈക്കിൾ ഉണ്ട്, വേക്ക്ഫീൽഡ് സൈക്കിൾ ഉണ്ട്, ചെസ്റ്റർ സൈക്കിൾ ഉണ്ട്. ഓരോ സൈക്കിൾസിലും എത്ര പ്ലേസ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക. ചെസ്റ്റർ സൈക്കിൾ 24 പ്ലേസ് ആണ് ഉണ്ടാവുക. ഇത് കുറച്ചും കൂടി കൺസർവേറ്റീവ് ആയിരിക്കും, കുറച്ചും കൂടി ടു മച്ച് ഓഫ് ഗോഡ്ലി ആയിരിക്കും. യോർക്ക് സൈക്കിൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിരിക്കും. വേക്ക്ഫീൽഡ് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ചെസ്റ്റർ സൈക്കിൾ കുറച്ചും കൂടി ഗോഡ് ഡ്രിവൺ, ഹൈലി തിയോളജിക്കൽ ടോണിലായിരിക്കും ഹാപ്പൻ ചെയ്യും. ഓക്കെ, ദീസ് ആർ വെരി ഒറിജിനൽ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ളതാട്ടോ. അതുകൊണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ഡു റിമെമ്പർ, മിസ്റ്ററി പ്ലേസ് ആർ ദ പ്ലേസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ദ ബിബിലിക്കൽ ഹിസ്റ്ററി. ഓക്കെ, ബിബിലിക്കൽ ഹിസ്റ്ററീസിലത്തെ ഓരോ സ്റ്റോറീസിനെയും എനാക്ട് ചെയ്യുന്ന പ്ലേസ് ആണ് മിസ്റ്ററി പ്ലേസ് എന്ന് മാത്രം നിങ്ങളുടെ മൈൻഡിൽ കയറ്റുക. ആൻഡ് ഓൾസോ എത്ര സൈക്കിൾസ് ഉണ്ട് നോക്കുക, ഈച്ച് ഓഫ് ദ സൈക്കിളും എത്ര പ്ലേസ് ഉണ്ട് നോക്കുക. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. ദർ ഇസ് എൻ ടൗൺ സൈക്കിൾ ആസ് വെൽ. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. 4 സൈക്കിൾസ് ഉണ്ട്. ഈ 4 സൈക്കിൾസിലെയും എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് പ്ലേ is miracle play. So what do you mean by a miracle play? What do you mean by miracle play? So miracle play will be the dramatized life of martyrs. ഈ റിലീജിയസ് കൺസേൺസിന്റെ പേരിലൊക്കെ മാർട്ടിഡം സ്വീകരിച്ചിട്ടുള്ള സെയിൻസിന്റെ ഒക്കെ കഥ, അവരുടെ ഹെറോയിക് സ്റ്റോറീസ് ഒക്കെ പ്രസന്റ് ചെയ്യുന്ന പ്ലേസ് ആയിരിക്കും മിറക്കിൾ പ്ലേസ്. മിറക്കിൾ സ്റ്റോറീസ് ഓഫ് ഓൾ ദീസ് സെയിൻസ് വിൽ ബി ഡിസ്കസ്ഡ് അണ്ടർ miracle plays. Okay, so mystery plays is completely regarding the biblical history. Biblical ആയിട്ടുള്ള ഓരോ സ്റ്റോറീസിനെയും എടുത്ത് പറയുന്നതാണ് മിസ്റ്ററി പ്ലേസ്. ഇനി മിറാക്കിൾ പ്ലേസ് ആയാലോ, സെയിൻസിന്റെ ലൈഫ് സ്റ്റോറി പറയുന്നത്. ഈ സെയിന്റ് നിക്കലസ്, സെയിന്റ് ജോർജ്, ഇവരുടെയൊക്കെ ഹെറോയിക് ആയിട്ടുള്ള ലൈഫ്സിനെ പാടി പുകഴ്ത്തുന്ന കുറച്ച് പ്ലേസ് ആയിരിക്കും മിറാക്കിൾ പ്ലേസ്. ഓക്കെ, അവരുടെ മാർട്ടിഡം, അവരുടെ സ്റ്റാർട്ടിങ് പോയിന്റ്, അവരെന്തൊക്കെ സൊസൈറ്റിയിൽ കൊണ്ടുവന്നു, ആ ഒരു പോയിന്റ് ഒക്കെ പറയുന്നതായിരിക്കും മിറാക്കിൾ പ്ലേ. ഓക്കെ, സോ മിറാക്കിൾ പ്ലേ വിൽ ബി ദ lives, martyrdoms, and the miracles that they have contributed to the Christian community. ക്രിസ്ത്യൻ സെയിൻസിന്റെ ലൈഫ്സ് ഡ്രമറ്റൈസ്ഡ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മൾ മിറക്കിൾ പ്ലേസ് എന്ന് പറയാം.
Okay, next one is morality play. So there is mystery play, there is miracle play, then there is morality plays. അപ്പോൾ morality plays എന്തൊക്കെയാ? ഏതൊരു കാറ്റഗറി ഓഫ് പ്ലേസിനെയാണ് നമ്മൾ മൊറാലിറ്റി പ്ലേ ആയിട്ട് കൺസിഡർ ചെയ്യുക? സോ മൊറാലിറ്റി പ്ലേ ആണ് കേട്ടോ ലാസ്റ്റിലോട്ട് വരുന്നത്. ദ വെരി ഫസ്റ്റ് വൺ ഇസ് മിസ്റ്ററി പ്ലേ. ഏറ്റവും ഫസ്റ്റിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളത് മിസ്റ്ററി പ്ലേ ആണ്. പിന്നെയാണ് മിറക്കിൾ പ്ലേസ് വരുന്നത്. പിന്നെ കുറച്ച് അധികം കഴിഞ്ഞിട്ടാണ് മൊറാലിറ്റി പ്ലേസ് വരുന്നത്. ഓക്കെ, അപ്പോൾ മൊറാലിറ്റി പ്ലേസ് എക്സിസ്റ്റ് ചെയ്യുന്നത് ലേറ്റ് 14th to 15th century, allegorical text depicting the spiritual journey of the human soul facing temptation and mortality. അപ്പം ഹ്യൂമൻ ബീയിങ്സിലോട്ട് കുറച്ചും കൂടി കണക്ട് ചെയ്ത് വരുന്ന പ്ലേസ് ആണ് മൊറാലിറ്റി പ്ലേസ്. സൈക്കോമാക്കിയ, ഹ്യൂമൻ ബീയിങ്സിന്റെ ടെംപ്ടേഷൻസ്, മോർട്ടാലിറ്റി, ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് മൊറാലിറ്റി പ്ലേസ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പേരിൽ തന്നെ മനസ്സിലാവും, മോറൽ ക്വാളിറ്റീസ് ആട്രിബ്യൂട്ടിങ് വിത്ത് ഹ്യൂമൻ സോൾസ്. ഓക്കെ, ഹ്യൂമൻ സോൾസ്, ഹ്യൂമൻസിന്റെ ജേർണി, സ്പിരിച്വൽ ജേർണി എങ്ങനെയായിരിക്കണം, ഇതൊക്കെ പറയുന്നതായിരിക്കും മൊറാലിറ്റി പ്ലേസ്. ഓക്കെ, മൊറാലിറ്റി പ്ലേയിൽ ഏറ്റവും കൂടുതൽ PYQs വരുന്ന ഒരു ഏരിയ ആണ് എവ്രി മാൻ, വിച്ച് ഇസ് റിട്ടൺ ഇൻ ദിസ് 1500, 1300, 1400, 1500 ആ ഒരു സെഞ്ചുറി ടൈമിൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൊറാലിറ്റി പ്ലേ ആണ് എവ്രി മാൻ. ഇറ്റ് ആക്ച്വലി ഒറിജിനലി എക്സിസ്റ്റഡ് ആസ് എ ഡച്ച് ടെക്സ്റ്റ് ആയിരുന്നു. പിന്നെയാണ് എവ്രി മാൻ എന്നുള്ള ഒരു ട്രാൻസ്ലേറ്റഡ് വേർഷൻ ഇറങ്ങിയിട്ടുള്ളത്. ആൻഡ് എവ്രി മാൻ is actually a morality play which teaches all the beauty, strength, discretion. ഈ എവ്രി മാൻ പ്ലേയിലുള്ള ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ ഗുഡ് ഡീഡ്സ്, നോളജ്, കൺഫെഷൻ, ഇങ്ങനത്തെ ഓരോ സ്കിൽസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവില്ലേ ഹ്യൂമൻ ബീങ്സിന്റെ, ഈ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഈ പ്ലേയിൽ ഓരോ ക്യാരക്ടറിന്റെയും പേര്. എന്നിട്ട് ഇതിൽ എവ്രിമാൻ്റെ കൂടെ ഈ കമ്പാനിയൻസ് ഒക്കെ ഉണ്ട്, ഗുഡ് ഡീഡ്സ് ഉണ്ട്, നോളജ് ഉണ്ട്, കുറേ അധികം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പക്ഷെ ലാസ്റ്റിൽ ആരാണ് എവ്രിമാൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ടുവേർഡ്സ് ദി എൻഡ്, ഓക്കെ, ആഫ്റ്റർ ദ ഡെത്ത്, ഹൂ അക്കംപനീസ് എവ്രിമാൻ? ഗുഡ് ഡീഡ്സ് ആണ് അക്കംപനി ചെയ്യുക. ബാക്കിയെല്ലാം ഈ earthly പൊസിഷൻ ആയിട്ട് ഇവിടെ ലീവ് ചെയ്യും. ഓൺലി ഗുഡ് ഡീഡ്സ് വിൽ accompany this every man. Okay, every man is a morality play which intends to teach people moral greatness, moral things, and give some moral lesson to people who are watching that particular play. ഓക്കെ, സോ എവ്രി മാനിൽ നിങ്ങൾക്ക് കുറേ ക്യാരക്ടേഴ്സിനെ കാണാം. ഈ എവ്രി മാൻ എന്ന് പറഞ്ഞത് ക്യാരക്ടർ നെയിമാ, ടൈറ്റിൽ സിമിലർ ടു ദാറ്റ് ടൈറ്റിൽ, എപ്പോണമസ് ആയിട്ടുള്ള ക്യാരക്ടർ. എപ്പോണമസ് മീൻസ് the title and the character, the protagonist name will be same. Okay, and ഈ ഒരു എവ്രിമാൻ്റെ ജേർണിയിൽ കുറേ അധികം കമ്പാനിയൻസ് ഉണ്ടാവും. ഈ കമ്പാനിയൻസിന്റെ പേര് ഫെലോഷിപ്പ്, കിൻഡ്രഡ്, കസിൻ, ഗുഡ് ഡീഡ്സ്, ഇങ്ങനെ കുറേ ബ്യൂട്ടി, സ്ട്രെങ്ത്, ഡിസ്ക്രീഷൻ, ഇങ്ങനത്തെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും നെയിം. ഓക്കെ, ആരാണ് ലാസ്റ്റിൽ എവ്രിമാൻ്റെ കൂടെ ലാസ്റ്റിൽ റിമെയിൻ ചെയ്യുക? ഔട്ട് ഓഫ് ഓൾ അതർ കമ്പാനിയൻസ് ഇറ്റ് ഈസ് ഗുഡ് ഡീഡ്സ്. ഓക്കെ, നമ്മളുടെ ഗുഡ് ഡീഡ്സ് ആയിരിക്കും നമ്മളെ എപ്പോഴും കൂടെ ആഫ്റ്റർ ലൈഫിലും നമ്മളെ കൂടെ കമ്പനി ആയിട്ട് ഉണ്ടാവുക എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്ലേയിലൂടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വിൽ ഹാവ് ടു കം ടുവേർഡ്സ് ദ golden period of drama. Which is the golden period of drama? It is the Renaissance period. Okay, Renaissance period. പക്ഷേ ഈ റിനൈസൻസ് പീരീഡിൽ നമ്മൾ ഷേക്സ്പിയറിൻ്റെ മാത്രം അറിയല്ല, ഈ റിനൈസൻസ് പീരീഡിൻ്റെ മുന്നേ, അതായത് ഷേക്സ്പിയറിൻ്റെ മുന്നേ കുറച്ചധികം റൈറ്റേഴ്സ് കൂടി എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഷേക്സ്പിയർ traced or looked for a lot of inspiration from the plays that were produced by those writers during the time of pre-Shakespearean. നമ്മൾ pre-Shakespearean എന്ന് പറയാൻ കാരണം ഷേക്സ്പിയറിയൻ പീരീഡ് ആയിരിക്കും നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കുക. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ മുന്നേ ഉള്ള ഏതൊക്കെ റൈറ്റേഴ്സ് ആണ്, ഏതൊക്കെ പ്ലേസ് ആണ് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഷേക്സ്പിയറിൻ്റെ മുന്നേ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഫേമസ് റൈറ്റേഴ്സിനെ നമ്മളൊരു ടാഗ് വെച്ചിട്ടാണ് പറയുക, who got education from Oxford and Cambridge. There are 7 people in number. Okay, ഇതിൽ തോമസ് നാഷ് ആക്ച്വലി കാംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഒന്നും
education ഇട്ടിട്ടില്ല, but he was given that title of university with category അണ്ടറിൽ നമ്മൾ കൂട്ടുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ he has given much more of a contribution very similar to the other writers who belong to this university with category. Okay, so the academic transitional link between medieval vernacular drama and the professional secular Elizabethan stage were forced by a group of Oxford and Cambridge alumni known as the University Wits. Apparently, University Wits category, please do remember there are 7 in numbers. University Wits is 7 in number, and the major figure being Christopher Marlowe. Then it is Thomas Kidd. Then there is Robert Greene, George Peele, John Lyly, Thomas Lodge, Thomas Nash. ഇവരെ നിങ്ങൾ ഓക്സ്ഫോർഡിൽ നിന്ന് ആരൊക്കെയാ, കാംബ്രിഡ്ജിൽ നിന്ന് ആരൊക്കെയാ, ആരെ രണ്ടിലും ഇല്ലാത്ത നോക്കുക, നിങ്ങൾ ഡീപ്പായിട്ട് നോക്കുക. സോ തോമസ് കിഡിനെ നമുക്ക് നോക്കാം. തോമസ് കിഡ് ആണ് ഈ ഒരു റിവെഞ്ച് ട്രാജഡി എന്ന് പറഞ്ഞ ഒരു ഡ്രാമ ട്രൂപ്പിന് ബിഗിനിങ് അല്ലെങ്കിൽ തിരികൊളുത്തിയത് അല്ലെങ്കിൽ പ്രൊപ്പോണൻ്റ് ആയിട്ട് ഉള്ളത് ഇറ്റ് ഇസ് തോമസ് കിഡ്. ഓക്കെ, ദ സ്പാനിഷ് ട്രാജഡി ഇത് തോമസ് കിഡ്. തോമസ് കിഡിന്റെ സ്പാനിഷ് ട്രാജഡിയുടെ ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് കുറേ അധികം റൈറ്റേഴ്സ് പിന്നെ ഉണ്ടായിരുന്നുള്ള കുറേ ട്രാജഡീസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ സ്പാനിഷ് ട്രാജഡി വാസ് റിട്ടൺ ഇൻ 1587. It became a structural blueprint for early modern revenge tragedy. പിന്നെ ഉണ്ടായിരുന്നുള്ള റിവെഞ്ച് ട്രാജഡീസിനൊക്കെ ഒരു ഫ്രെയിം വർക്ക് ഐഡിയൽ എക്സാമ്പിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഈ സ്പാനിഷ് ട്രാജഡി. അപ്പം നിങ്ങൾ അതിൻ്റെ ടൈം കൂടി നോക്കുക, 1587. One minute. Okay. സോ സ്പാനിഷ് ട്രാജഡി എന്ത് സ്റ്റോറിയാണ് ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഒബ്വിയസ്ലി റിവെഞ്ച്. സംതിങ് എന്തോ ഒരു റിവെഞ്ച് ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യം ഹാപ്പൻ ചെയ്തു, എന്നിട്ട് ആ റിവെഞ്ച് എടുക്കാൻ വേണ്ടി വെരി സിമിലർ ടു ഹാംലെറ്റ് അല്ലേ. ഹാംലെറ്റിൽ ആ ഒരു റിവെഞ്ചിന് പോകുന്നതാണ് ഹാംലെറ്റ്. ആൻഡ് ത്രൂ ദാറ്റ് റിവെഞ്ച് എവ്രിബഡി, ഓൾമോസ്റ്റ് എവ്രിബഡി, എവ്രി ക്യാരക്ടർ ഓഫ് ദാറ്റ് പ്ലേ ഇസ് ഗെറ്റിംഗ് കിൽഡ് അല്ലെ, ഗെറ്റിംഗ് മാസക്കേർഡ്. സോ ഇറ്റ്സ് എ ബ്ലഡി ബാത്ത് അല്ലെങ്കിൽ ബ്ലഡ് ബാത്ത് ആയിട്ടുള്ളൊരു പ്ലേ ആണ് ഹാംലെറ്റ്. സോ വെരി സിമിലർ ടു ദാറ്റ് ഓഫ് ദ സ്പാനിഷ് ട്രാജഡീസ്. അപ്പോൾ സ്പാനിഷ് ട്രാജഡിയാണ് ബാക്കിയുള്ള പ്ലേ റൈറ്റ്സിനൊക്കെ ഈ ഒരു സ്പാർക്ലിംഗ്, ഈ ഒരു സ്പാർക്ക് കൊടുത്തിട്ടുള്ളത് ടു റൈറ്റ് ഓർ പ്രൊഡ്യൂസ് മോർ ഓഫ് റിവെഞ്ച് ട്രാജഡീസ്. സോ ഈ ഹൈൽ ഡിവൈസസ് ഓഫ് ദിസ് റിവെഞ്ച് ട്രാജഡി നമുക്ക് സ്പാനിഷ് ട്രാജഡി എക്സാമിൻ ചെയ്യാം. ഈ സ്പാനിഷ് ട്രാജഡിയിൽ റിവെഞ്ച് ഇസ് പെയർഡ് വിത്ത് ദ ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയ. ഈ ആൻഡ്രിയ പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഈ ആൻഡ്രിയന്റെ ഗോസ്റ്റ് ആയിട്ടാണ് ഈ റിവെഞ്ച് ഫോർമാറ്റ്, റിവെഞ്ച് ഫുവൽ ചെയ്യാൻ വരുന്നത്. ഹാംലെറ്റിൽ ആരാ? ഹാംലെറ്റ് ദ ഫസ്റ്റ് അല്ലേ, ഹാംലെറ്റ് ഫാദർ ഓഫ് ഹാംലെറ്റ്, ദ കിങ് ഹാംലെറ്റ്. കിങ് ഹാംലെറ്റിന്റെ ഗോസ്റ്റ് ആയിട്ടാണ് റിവെഞ്ച് ഫുവൽ ചെയ്യാൻ വരുന്നത്. വെരി സിമിലർ ഹിയർ. ഇവിടെ സ്പാനിഷ് ട്രാജഡിയിൽ ആര് വരുന്നത്? ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയ. Okay, acting as an on-stage chorus, the psychological factor. This is actually the plot of Spanish tragedy. അപ്പോൾ ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയൻ്റെ ഫോർമാറ്റിലാണ് വരുന്നത് നോക്കുക. The rest is the plot of Spanish tragedy. അപ്പോൾ please do remember Spanish tragedy by Thomas Kidd, written in 1587. It is the early modern blueprint or the very starting point of revenge tragedy. Revenge tragedy culture-ന് സ്പാർക്ക് കൊടുത്തിട്ടുള്ള പ്രൊപ്പണൻ്റ് ആയിട്ടുള്ള തോമസ് കിഡിൻ്റെ ഒരു പെർട്ടിക്കുലർ ഒരു വെരി പോപ്പുലർ വർക്കാണ് ദ സ്പാനിഷ് ട്രാജഡി. ഓക്കെ, so next one, the next figure that you'll have to remember is Christopher Marlowe. Okay, Christopher Marlowe, I have told you, ഷേക്സ്പിയറിനേക്കാളും കുറച്ചധികം ലൈഫ് സ്പാൻ ക്രിസ്റ്റഫർ മാർലോക്ക് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വില്യം ഷേക്സ്പിയറിനെ ഓർമ്മിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രൊമിനൻ്റ് ആയിട്ട് ക്രിസ്റ്റഫർ മാർലോനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. ബിക്കോസ് ഹി വാസ് ദാറ്റ് influential at that time, and he was producing such good works, such original works at that point of time. Okay, and Marlowe is the person who initiated blank verse culture in drama. Blank verse culture, blank verse or also known as unrhymed iambic pentameter. അതുകൊണ്ടാണ് മാർലോന്റെ മൈറ്റി ലൈൻ, മാർലോസ് മൈറ്റി ലൈൻ നമ്മൾ വിളിക്കുന്നതാണ്. ബിക്കോസ് മാർലോ introduced or established blank verse, okay, as the dominant medium for serious English ഡ്രാമയിലോട്ട് ബ്ലാങ്ക് വേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് മാർലോ. ആൻഡ് ആ ബ്ലാങ്ക് വേഴ്സ് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നമ്മൾ മാർലോസ് മൈറ്റി ലൈൻ എന്നാണ് അതിനെ വിളിക്കുക. And what is blank verse? Unrhymed iambic pentameter. Okay, his works
Marlowe's works focus on the Renaissance hyper-individualist challenging medieval theological boundaries. കൂടുതലും തിയോളജി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്സ് ആയിരിക്കും ക്രിസ്റ്റഫർ മാർലോ എക്സാമിൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ ക്രിസ്റ്റഫർ മാർലോന്റെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡോക്ടർ ഫോസ്റ്റസ്. ഓക്കെ, ഡോക്ടർ ഫോസ്റ്റസ് ആണ് ക്രിസ്റ്റഫർ മാർലോന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക്. ആൻഡ് ഡോക്ടർ ഫോസ്റ്റസ് നിങ്ങൾ പഠിക്കുമ്പോൾ വിൽ ഹാവ് ടു റിമെമ്പർ രണ്ട് ടെക്സ്റ്റ് ആയിട്ടാണ് ക്രിസ്റ്റഫർ മാർലോ ഡോക്ടർ ഫോസ്റ്റസ് റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഫസ്റ്റ് ടെക്സ്റ്റ് വാസ് റിട്ടൺ ഇൻ 1604, എ ടെക്സ്റ്റ് എന്ന് നമ്മൾ പറയും. സെക്കൻഡ് ടെക്സ്റ്റ് ആയിട്ട് വരുന്നത് 1616 എഴുതിയിട്ടുള്ളതാണ്, ദാറ്റ് ഇസ് ബി ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ഒറിജിനൽ ഡിസൈനിൽ മാർലോ എഴുതിയിട്ട് വിച്ച് വാസ് എ ബിറ്റ് മോർ ക്ലോസർ, ഷോർട്ടർ, ലീൻ ഫോർമാറ്റിംഗ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ആയിരുന്നു. പിന്നീടാണ് കുറച്ചുകൂടി സബ് പ്ലോട്ട്സും ഫാർസിക്കൽ എലമെന്റ്സും സ്പെഷ്യലൈസ്ഡ് സ്റ്റേജ് ഡിറക്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് വർക്ക്സ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദ ബി ടെക്സ്റ്റ് വാസ് written in or written or produced during the time of 16th century-ലാണ് എഴുതുന്നത്. ഓക്കെ, so Faustus. Then another work is Tamburlaine the Great. Okay, Christopher Marlowe's another popular ആയിട്ടുള്ള വർക്കാണ് Tamburlaine the Great. അതും പാർട്സ് 1 and 2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. Then another work is The Jew of Malta, ഒരു Machiavellian satire introducing Barabbas. Barabbas എന്ന് പറഞ്ഞൊരു മെർച്ചന്റിന്റെ സ്റ്റോറി പറയുന്നതാണ് The Jew of Malta. ഇതിലാണ് Machiavellian satire നിക്കോലോ മാക്കിയവെല്ലി എൻ്റെ ഒരു ക്യാരക്ടർ ഫോർമാറ്റിൽ വരുന്ന ഒരു ക്യാരക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ബറാബസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്കിയവെല്ലിയൻ സെറ്റായിട്ട് എന്താ നോക്കുക, ജിയോ ഓഫ് മാൽട്ട, ടാംപുർലെയിൻ ദ ഗ്രേറ്റ്, ഡോക്ടർ ഫോസ്റ്റസ് ഒക്കെ ഡീപ്പായിട്ട് നോക്കുക, ബിക്കോസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ഈ ഒരു പ്ലോട്ടും കൂടി ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ലാസ്റ്റ് ടൈം ദ ട്രെൻഡ് ഹാസ് ചേഞ്ച് ഓർ ട്രെൻഡ് ഹാസ് പിക്ഡ് അപ്പ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ബാക്ക്. നെറ്റ് ഒരു ടൈമിൽ ഭയങ്കര പീക്കായിട്ടുള്ള ഒരു ട്രെൻഡ് ആയിരുന്നു, ഈ ക്രൊണോളജിനേക്കാളും കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്. ആൻഡ് അപ്പോൾ ഇത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. സോ യു ഹാവ് ടു റിമെമ്പർ ഓൾ ദ plot, characters and the whole context of the play. Okay, so go through that. Another play by Christopher Marlowe is Edward the Second. Okay, Edward the Second. ഇനി നമ്മൾ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള പ്ലേ റൈറ്റ് ഷേക്സ്പിയറിനെ എക്സാമിൻ ചെയ്യാണ്. ഷേക്സ്പിയറിയൻ മോണോലിത്ത് എന്ന് വിളിക്കാൻ കാരണം ഷേക്സ്പിയർ ദാറ്റ് മച്ച് കോൺട്രിബ്യൂഷൻ ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ഇംഗ്ലീഷ് ഡ്രാമ അല്ലേ. സോ ഏറ്റവും ഫേമസ് പ്ലേസ് ഓഫ് ഷേക്സ്പിയർ ഏതൊക്കെയാ? Hamlet, tragedies. There are 4 tragedies, right? Hamlet being the ideal example. Hamlet being the ideal example. King Lear, Othello. Okay, നിങ്ങൾ നോക്കാം. Macbeth. Okay, the 4 tragedies are Hamlet, Macbeth, King Lear and Othello. And ടെമ്പസ്റ്റും അധികമായിട്ട് നെറ്റിൽ കാണുന്നത് ഹാവ് ടു റിമെമ്പർ ദാറ്റ് ആസ് വെൽ. ആൻഡ് ഷേക്സ്പിയറിന്റെ ഈ പ്ലേസ് മൊത്തം കമ്പൈൽ ചെയ്ത് ഫസ്റ്റ് ഫോളിയോ എന്ന് പറഞ്ഞൊരു ഹോൾ പബ്ലിക്കേഷനിലാണ് ഈ പ്ലേസ് മൊത്തം ടെക്സ്റ്റ് ഫോർമാറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഷേക്സ്പിയർ അല്ല പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ഷേക്സ്പിയറിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കമ്പാനിയൻസ് ആയിട്ടുള്ള ജോൺ ഹെമിംഗസ് ആൻഡ് ഹെൻറി കോണ്ടലാണ് ഫസ്റ്റ് ഫോളിയോ ഇൻ 1623 പബ്ലിഷ് ചെയ്യുന്നത്, which included the compilation of all the plays by Shakespeare. Okay, then features Ben Jonson's eulogy. Our first folio Ben Jonson's ഷേക്സ്പിയറിനെ പറ്റി പറയുന്ന ഒരു ലൈൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, which is Shakespeare is not of an age but for all time. ഇത് നെറ്റ് PYQ ആണ്. ഷേക്സ്പിയർ was not of an age but for all time എന്ന് കോൾ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു യൂലോജി സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? ഇറ്റ് ഇസ് ബെൻ ജോൺസൺ. ഓക്കെ, നെക്സ്റ്റ് ഈ ഫസ്റ്റ് ഫോളിയോയില് വരാത്ത 2 വർക്ക്സ് എന്ന് പറഞ്ഞാൽ പെരിക്കിൾസ് ആൻഡ് 2 നോബിൾ കിൻസ്മെൻ. ഈ ഒരു കോപ്പിറൈറ്റ് കോംപ്ലിക്കേഷൻസ് കാരണം ഈ 2 വർക്ക്സും ഷേക്സ്പിയറിന്റെ വർക്ക്സും ഈ ഫസ്റ്റ് ഫോളിയോട് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ബാക്കിയെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫോളിയോയിൽ കോമഡീസിന്റെ ഹിസ്റ്ററീസിന്റെ ഷേക്സ്പിയറിന്റെ കോമഡീസ്, ഹിസ്റ്ററീസ്, ട്രാജഡീസ് ആർ ഓൾ ബീൻ കമ്പൈൽഡ് ദേർ. ഇനി പ്രോബ്ലം പ്ലേസ്.
ഷേക്സ്പിയറിന്റെ പ്രോബ്ലം പ്ലേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മെഷർ ഫോർ മെഷർ. ഓക്കെ, ഷേക്സ്പിയറിന്റെ പ്രോബ്ലം പ്ലേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. എഫ്.എസ്. ബോസ് ആണ് ഈ ഒരു പ്രോബ്ലം പ്ലേ എന്നുള്ള ഒരു ടേം കോയിൻ ചെയ്യുന്നത് ഇൻ ഹിസ് വർക്ക് ഷേക്സ്പിയർ ആൻഡ് ഹിസ് പ്രെഡെസസേഴ്സ് എന്നൊരു വർക്കിൽ 1896 പ്രോബ്ലം പ്ലേ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ പറയുന്നതും അതിൻ്റെ അണ്ടറിൽ കുറച്ച് പ്ലേസ് കാറ്റഗറൈസ് ചെയ്യുന്നതൊന്നും പ്ലീസ് ഡു റിമെമ്പർ. മെഷർ ഫോർ മെഷർ ആണ് ഷേക്സ്പിയറിന്റെ പ്രോബ്ലം പ്ലേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിന്റെ പ്ലോട്ടിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് ബിക്കോസ് യുൽ ഹാവ് ടു റിമെമ്പർ ദ ക്യാരക്ടേഴ്സ് ആസ് വെൽ. ഒരു കറപ്റ്റ് വിയന്ന ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് പറയുന്നതാണ്. ഏഞ്ചലോ, ക്ലോഡിയോ, ഇസബെല്ല, മെറിയാന ഇവരൊക്കെയാണ് ക്യാരക്ടേഴ്സ് ആയിട്ട് ഈ ഒരു മെഷർ ഫോർ മെഷർ എന്ന് പറഞ്ഞ പ്രോബ്ലം പ്ലേയിൽ വരുന്നത്. ഓക്കെ, കുറച്ചുകൂടി ഡാർക്ക് തീംസ് ഒക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യും. And also, all is well that ends well. Helena cures the king of France of a fistula. Bertram, Diana, Helena, ഇവരൊക്കെ ക്യാരക്ടേഴ്സ് ആക്കിയിട്ട് വെച്ചിട്ടുള്ള പ്ലേ ആണ് All is well that ends well. നെക്സ്റ്റ് ട്രോയിലസ് ആൻഡ് ക്രെസിഡ. ട്രോജൻ വാറിന്റെ കോണ്ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ള വർക്കാണ് ട്രോയിലസ് ആൻഡ് ക്രെസിഡ. നിങ്ങൾ ഈ പ്ലേസ് ഒക്കെ കുറച്ച് ഡീപ്പായിട്ട് നോക്കുക, ക്യാരക്ടേഴ്സിനൊക്കെ അനലൈസ് ചെയ്യുക. അക്കില്ലസ്, എജാക്സ് ഇവരൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പ്ലേ ആണ് ട്രോയിലസ് ആൻഡ് ക്രെസിഡ. ഓക്കെ, ട്രോജൻ വാറിന്റെ കോണ്ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ള വർക്കാണ് ട്രോയിലസ് ആൻഡ് ക്രെസിഡ. നെക്സ്റ്റ് വി ആർ ഡീകോഡിംഗ് ദ മേജർ ട്രാജഡീസ് അല്ലെങ്കിൽ മെറ്റാ തിയേട്രിക്കൽ മാസ്റ്റർ പീസസ് ഓഫ് ഷേക്സ്പിയർ. മെറ്റാ തിയേട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ പ്ലേ ദർ ഇസ് അനദർ പ്ലേ. ഓക്കെ, മെറ്റാ തിയേട്രിക്കൽ എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ പ്ലേ വിത്തിൻ എ പ്ലേ. ആ പ്ലേ വിത്തിൻ എ പ്ലേന്റെ ഏറ്റവും ഐഡിയൽ എക്സാമ്പിൾ ആയിട്ട് ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള ഒരു വർക്ക് ഏതാന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഹാംലെറ്റ്. ഓക്കെ, ഹാംലെറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ പ്ലേ വിത്തിൻ എ പ്ലേ. ഈ ഹാംലെറ്റ് ഇതിൽ ക്ലോഡിയസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കിങ് ഹാംലെറ്റിനെ കൊല്ലുന്ന ഒരു സീൻ എനാക്ട് ചെയ്യുന്നുണ്ട്. കുറച്ചധികം ആക്ടേഴ്സിനൊക്കെ കൊണ്ടുവന്നിട്ട് ആ കോർട്ടിന്റെ ഉള്ളിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിത്തിൻ എ പ്ലേ ദർ ഇസ് അനദർ പ്ലേ ഹാപ്പനിങ് ഇൻ ഹാംലെറ്റ് വിച്ച് ഇസ് ടൈറ്റിൽഡ് ആസ് ദ മർഡർ ഓഫ് ഗോൺസാഗോ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പ്ലേ ഇൻസൈഡ് ദാറ്റ് ഹാംലെറ്റ് പ്ലേ ഹാപ്പൻ ചെയ്യുന്നത്. ആൻഡ് ഇൻസൈഡ് ദാറ്റ് പ്ലേ ഈ ക്ലോഡിയസ് എങ്ങനെ ഹാംലെറ്റിനെ കൊല്ലുന്നു എന്നൊക്കെ ഗോസ്റ്റ്, ഈ കിങ് ഹാംലെറ്റ് ഗോസ്റ്റ് ഹാംലെറ്റിനോട് പറഞ്ഞ സ്റ്റോറി എനാക്ട് ചെയ്യാണ് ഇവിടെ ഈ ആക്ടേഴ്സ്. അപ്പൊ ഇതിന്റെ ഒരു ക്ലോഡിയസിന്റെ റിയാക്ഷൻ കണ്ടിട്ട് ക്ലോഡിയസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇവിടെ ഹാംലെറ്റ്. സോ ഈ ഒരു പർട്ടിക്കുലർ പ്ലേന്റെ ടൈറ്റിൽ ഏതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് മർഡർ ഓഫ് ഗോൺസാഗോ. ഹാംലെറ്റ് ഇതിനെ അഡ്രസ് ചെയ്യുന്നത് മൗസ് ട്രാപ്പ്. Okay, mouse trap. It is a trap set for Claudius. Trap for Claudius to make sure that he is the criminal. He is the actual culprit in this murder of King Hamlet എന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാപ്പ് പ്ലേ ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഹാംലെറ്റ് ആസ് എ ക്യാരക്ടർ റീനെയിം ചെയ്യുന്നത് മൗസ് ട്രാപ്പ്. ഓക്കെ, സോ വാട്ട് ഇസ് ദ ടൈറ്റിൽ ഓഫ് ദ പ്ലേ ദാറ്റ് occurs within the play Hamlet? The murder of Gonzago or the mouse trap. Okay. നെക്സ്റ്റ് വൺ ഇസ് കിങ് ലിയോ. കിങ് ലിയോയിലും നിങ്ങൾക്ക് ഡുവൽ പ്ലോട്ട് സ്ട്രക്ചർ കാണാൻ പറ്റും. ഗോണറിൽ റീഗൻ ഇവരുടെയൊക്കെ സബ്സിക്വന്റ് ഡിസെൻഡ് ഇൻടു മാഡ്നെസ് ഈ ഒരു സബ് പ്ലോട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ മാക്ബെത്ത് എന്താ ഫോക്കസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ ambition ഓഫ് കിങ് മാക്ബെത്ത് ദാറ്റ് ഡ്രോസ് ഹിം ടു ദ ഹമാഷിയ ഓർ ദ ട്രാജിക് ഫ്ലോ. അതിൽ വരുന്നത് ബാങ്കുവിന്റെ ഗോസ്റ്റ് വരുന്നുണ്ട്. ലേഡി മാക്ബെത്തിന്റെ കുറച്ച് ലൈൻസ് ഒക്കെ നിങ്ങൾ റിമെമ്പർ ചെയ്ത് വെക്കുക. വിച്ചസ് ഇതൊക്കെ നോക്കുക. ദെൻ another one is ഒതെല്ലോ. ജെലസി, വെഞ്ചിയൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് എസ്പെഷ്യലി ദ ജെലസി ഓഫ് ഇയാഗോ. ഓക്കെ, ദ jealousy, the power, greediness of Iago becomes the tragical flow where Othello gets into the trap. ആ ഇയാഗോന്റെ ട്രാപ്സിൽ വീഴുകയാണ് ഒതെല്ലോ. ഓക്കെ, മാനിപ്പുലേഷൻസ് ഓഫ് ഇയാഗോ. ഓക്കെ, ഇയാഗോസ് മാനിപ്പുലേഷനിൽ ഒതെല്ലോ വീണിട്ടാണ് ഈ ഒതെല്ലോന്റെ ട്രാജിക് ഫ്ലോ ഹാപ്പൻ ചെയ്യുന്നത്. ആൻഡ് ഡെസ്ഡിമോണ, another character, wife of Othello. So please do remember the plot of Othello as well. Then another work that you'll have to remember of Shakespeare is The Tempest, written in 1611. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ PYQs എക്സ്പെക്ട് ചെയ്യാം. ക്രൊണോളജിക്കൽ ഓർഡറിൽ ഷേക്സ്പിയറിന്റെ പ്ലേസ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിക്കാം. ക്യാരക്ടേഴ്സ് തന്നിട്ട് ഇത് ഏതിലത്തെ പ്ലേ ആന്ന് പറഞ്ഞിട്ട് ചോദിക്കാം.
ആൻഡ് പ്ലോട്ടിന്റെ ഏതെങ്കിലും ലൈൻസ് കൊട്ടേഷൻസ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം. ആൻഡ് സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫ്രം ദ പ്ലേസ് ഓഫ് ഷേക്സ്പിയർ. ഓക്കെ, അപ്പൊ ഷേക്സ്പിയറിന്റെ പ്ലേ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പോവാ വൈൽ യു ആർ അപ്പിയറിംഗ് ഫോർ UGC നെറ്റ്. പ്രോസ്പെറോ, ഓക്കെ, പ്രോസ്പെറോ കാനിബൽ ക്യാരക്ടർ ആയിട്ട് വരുന്നത്, കാനിബലിസം ഉള്ള ക്യാരക്ടർ ആയിട്ട് വരുന്നത് ഏത് പ്ലേയിലാന്ന് ചോദിക്കാം. ഇറ്റ് ഈസ് എ ടെംപെസ്റ്റ്. ഓക്കെ, ഇനിയുള്ളത് ജക്കോബിയൻ ഡ്രാമയിൽ വരുന്നതാണ് ബെൻ ജോൺസൺ. ഓക്കെ, ബെൻ ജോൺസൺ ആണ് ജക്കോബിയൻ ഡ്രാമയിൽ ഏറ്റവും ലീഡിങ് ഫിഗർ ആയിട്ടുള്ളത്. ജോൺസൺ റൊമാൻറ്റിക് കോമഡീസ്, ആ സമയത്ത് ഉണ്ടായിരുന്ന കണ്ടംപററീസ് എഴുതിയിട്ടുള്ള റൊമാൻറ്റിക് കോമഡീസിനൊക്കെ റിജക്ട് ചെയ്തിട്ട് കുറച്ചും കൂടി ക്ലാസിക്കൽ റോമൻ മോഡൽസ് ഓഫ് സെറ്റൈറിക്കൽ എക്സ്പോഷർ ഉള്ള പ്ലേസ് എഴുതിയിട്ടാണ് ബെൻ ജോൺസൺ കുറച്ചും കൂടി പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്യുന്നത്. ആൻഡ് ഹിസ് സ്ട്രിക്റ്റ് അഡ്ഹിയറൻസ് ടു 3 unities of play. What are the 3 unities of a drama or a play? Action, unity of action, unity of time, unity of place. ഈ 3 യൂണിറ്റീസിനെയും ഭയങ്കര സ്ട്രിക്റ്റ് അഡിയറൻസ് കൊടുത്തിട്ടാണ് ബെൻ ജോൺസൺ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബെൻ ജോൺസന്റെ മേജർ ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ കോമഡി ഓഫ് ഹ്യൂമേഴ്സ് ആണ്. ബേസ്ഡ് ഓൺ ഏൻഷ്യൻ ഹിപ്പോക്രാറ്റിക് മെഡിസിൻ, ജോൺസൺ പോസിറ്റഡ് ദാറ്റ് ഹ്യൂമൻ എക്സെൻട്രിസിറ്റീസിനെ, ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സിനെ ഒക്കെ എടുത്തിട്ട് അതിനെ സെറ്റൈറിക്കലി പ്രസന്റ് ചെയ്തിട്ട് ആ ഒരു വാട്ട് ഈസ് ദ ഫ്ലോ ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ സൊസൈറ്റി എന്നൊക്കെ കാണിച്ചു തന്ന പ്ലേസ് ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ് ബെൻ ജോൺസൺ. ആൻഡ് that's it. നമുക്ക് 2 months deep I'm not going. Then Walpole or the Fox. നിങ്ങൾ ബെൻ ജോൺസൺ പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത പ്ലേ ആണ് Walpole or the Fox. Okay, Walpole or the Fox. Please do remember the date, the year in which it was written. അപ്പം ക്യാരക്ടേഴ്സിനെ നോക്കുക, വോൾപോൺ, മോസ്ക, വോൾട്ടോർ, കൊർബാക്കിയോ, കൊർവിനോ, ഇങ്ങനത്തെ കുറച്ചധികം characters in the your particular playlist. So I'm giving, if you have time, please go through this play in detail. Characters ne nokka, oro characters ne endha represent cheyyunnathu nokka. Walpole or the Fox. Okay, Walpole or the Fox aanu play inde name. Ben Jonson ന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്ലേ ആണ് Walpole or the Fox. Another one is the Alchemist. Alchemistum Ben Jonsonന്റെ 1610 എഴുതിയിട്ടുള്ള ലണ്ടൻ സിറ്റി, ലണ്ടൻ ഹൗസ് കോണ്ടെക്സ്റ്റിൽ ഒരു പ്ലേഗ് വരുമ്പം ആൾക്കാർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളൊരു പ്ലേ ആണ് ദ ആൽക്കമിസ്റ്റ്. Another writer of Jacobean theatre is John Webster. Okay, John Webster in the Duchess of Malfi. നിങ്ങളുടെ PG syllabus, if you have gone through, if you were Calicut University, you might have gone through Duchess of Malfi. Duchess of Malfi is written in 1612 1613 between ആയിട്ട് പ്ലേ ചെയ്തിട്ടുള്ള ഡ്രാമയാണ് ദ ഡച്ചസ് ഓഫ് മാൽഫി. ഇതിൽ എൻറ്റോണിയോന്റെ ക്യാരക്ടർ ഉണ്ട്, കാർഡിനലിന്റെ ക്യാരക്ടർ ഉണ്ട്, ഹിപ്പോക്രസി, ആ ഡച്ചസിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കറപ്റ്റ് ബ്രദേഴ്സിന്റെ ജെൻഡർ ബൗണ്ടറീസ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ യങ് വിഡോ who secretly marries her household worker or a steward. Okay, household work ചെയ്യുന്ന stewardനെ, his name is Antonio. Antonioനെ മാരി ചെയ്യാണ്. അത് എത്രത്തോളം ഔട്ട്ബ്രേക്ക് ഇവരുടെ കറപ്റ്റ് ബ്രദേഴ്സിൽ ഉണ്ടാക്കുന്നു, ആ ബ്രദേഴ്സ് ഇവരെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു. സോ ദീസ് ആർ ദ, ഈ ഒരു ഹിപ്പോക്രസി, ഈ ഒരു റിവെഞ്ച് പ്ലാനിങ് ഒക്കെ ഹാപ്പൻ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ദ ഡച്ചസ് ഓഫ് മാൽഫി. സോ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് വർക്ക് ബൈ ജോൺ വെബ്സ്റ്റർ. സോ വിൽ ഹാവ് ടു റിമെമ്പർ ദാറ്റ്. Then comes the White Devil. White Devil is also another play by Webster. You have to go through that. Then another writer is Thomas Middleton and William Robley. They together wrote this play, The Changeling. It is also quite important. നിങ്ങൾ ആ playwright നോക്കുക, play നോക്കുക, characters നോക്കുക. Changeling is not that important, but please do remember the title. Okay. Next one is Restoration Satire. ഈ സെറ്റയറിൽ വരുന്നത് തോമസ് കെൻക്രൂ ആൻഡ് വില്യം ഡേവിനന്റിന്റെ ഡ്യൂക്സ് കമ്പനിയും കിങ്സ് കമ്പനി, 2 type ഓഫ് തിയേറ്റേഴ്സ് ഈ സമയത്ത് ഉണ്ടായിരുന്നു. പ്യൂരിറ്റൻ തിയേറ്റേഴ്സിന്റെ ക്ലോഷർ ഹാപ്പൻ ചെയ്തിട്ടുള്ള ഒരു പീരീഡാണ് ഈ റെസ്റ്റോറേഷൻ കോഡ് ടൈം. ആൻഡ് ദ കിങ്സ് കമ്പനി ആൻഡ് വില്യം
Devanins, the Duke's company, introducing the proscenium art, stage mobile scenery, legitimate female actresses to the English theatre. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റെസ്റ്റോറേഷൻ കോഡ് സെറ്റയറിലാണ് ഫീമെയിൽ ആക്ട്രസസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുവരെ ഫീമെയിൽ ആക്ട്രസസ് ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ദ മെയിൽ ആക്ടേഴ്സ് ഹു ആക്ടഡ് ആസ് ഫീമെയിൽ ക്യാരക്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ജോർജ് എത്തേർഡ്സ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മേജർ ആയിട്ടുള്ള പ്ലേസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് വായിച്ചിട്ട് പോവാം. ജോർജ് എത്തേർഡ്സിന്റെ ദ മാൻ ഓഫ് മോഡ് ഉണ്ടായിരുന്നു. വില്യം വിച്ചർലീസ് ദ കൺട്രി വൈഫ്, ഓൾവേസ് റിപ്പീറ്റഡ്ലി പ്രസന്റ് ഇൻ UGC നെറ്റ്. വില്യം വിച്ചർലിന്റെ ദ കൺട്രി വൈഫ്. ഇതിന്റെ പ്ലോട്ട് ചോദിക്കാറുണ്ട്, ഇതിന്റെ ക്യാരക്ടർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ക്രൊണോളജി വൈസ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യാറുണ്ട്, ഇതിന്റെ ടൈം പീരീഡ് ഏത് ടൈം പീരീഡിലാണ് എഴുതിയിട്ടുള്ളതെന്ന് ചോദിക്കാറുണ്ട്, ഇതിനകത്ത് ഡയലോഗ്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ആൻഡ് ഓൾസോ ഇയർ വെച്ചിട്ട് ക്രൊണോളജി കമ്പാരിസൺസ് കണ്ടംപററി റൈറ്റേഴ്സിനൊക്കെ വെച്ചിട്ട് വരാറുണ്ട്. സോ പ്ലീസ് ഡോണ്ട് മിസ് ദ കൺട്രി വൈഫ് ബൈ വില്യം വിച്ചർലി. പ്ലീസ് ഡു ഫെമിലിയറൈസ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ദിസ് പ്ലേ ആസ് വെൽ. ഓക്കെ, നെക്സ്റ്റ് ദ വേ ഓഫ് ദ വേൾഡ്. വേ ഓഫ് ദ വേൾഡും റിപ്പീറ്റഡ്ലി വരാറുണ്ട്. ഇതിലത്തെ ക്യാരക്ടേഴ്സ് ആണ് മിറാബൽ ആൻഡ് മില്ലമെന്റ്. ഐ തിങ്ക് ലാസ്റ്റ് ടൈം ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള നെറ്റിൽ ഈ ക്യാരക്ടേഴ്സിനെ തന്നിട്ട് ആ ഒരു ടൈം ലൈൻ ക്രൊണോളജി ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആൻഡ് റൈറ്റർ ക്യാരക്ടർ മാച്ചിങ് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. വില്യം കോൺഗ്രീവിന്റെ കൺട്രി വൈഫ്, വില്യം വിച്ചർലിന്റെ കൺട്രി വൈഫ് ആയാലും വില്യം കോൺഗ്രീവിന്റെ ദ വേ ഓഫ് ദ വേൾഡ് ആയാലും നിങ്ങൾ ഫെമിലിയറൈസ് ചെയ്ത് വെക്കുക ഈ രണ്ട് പ്ലേസും. ഓക്കെ, നെക്സ്റ്റ് 18th സെഞ്ചുറി ഷിഫ്റ്റിൽ വരുന്നതാണ് സെന്റിമെന്റൽ കോമഡി വേഴ്സസ് ലാഫിംഗ് കോമഡി. അപ്പൊ സെന്റിമെന്റൽ കോമഡിയിൽ വരുന്നതാണ് വിച്ച് ഇസ് പ്രോംപ്റ്റഡ് ബൈ ജെറമി കോലിയർ ഇൻ 1698. ഓക്കെ, 1698 ഇതിൽ ഷോർട്ട് വ്യൂ ഓഫ് ദി മൊറാലിറ്റി ആൻഡ് പ്രൊഫൈൻനെസ് ഓഫ് ദി ഇംഗ്ലീഷ് സ്റ്റേജിലാണ് ഈ സെന്റിമെന്റൽ കോമഡി എന്നുള്ളൊരു കാര്യം പ്രോംപ്റ്റ് ചെയ്യുന്നത് ജെറമി കോലിയർ. ഓക്കെ, ആൻഡ് പ്ലേ റൈറ്റ്സ് ലൈക്ക് റിച്ചാർഡ് സ്റ്റീൽ made it popular. The Conscious Lovers was one work of his, and sentimental comedy in develop and Richard Steele help ചെയ്തിട്ടുണ്ട്. So it discusses a lot of characters over vice, domestic virtue, vice and virtue ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ സെന്റിമെന്റൽ കോമഡിയിൽ. ഓക്കെ, Laughing Counter Revolution, Oliver Goldsmith. Oliver Goldsmith, an essay on the theatre or a comparison between laughing and sentimental comedy. Sentimental drama actually true comic spirit നെ kill ചെയ്യാണ്, അതിനെ destroy ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഈ സെന്റിമെന്റൽ കോമഡീനെ അറ്റാക്ക് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഒലിവർ ഗോൾഡ്സ്മിത്ത്. ഓക്കെ, ഒലിവർ ഗോൾഡ്സ്മിത്തിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള പ്ലേ ആണ് ഷീ സ്റ്റൂപ്സ് ടു കോൺക്വർ. ഷീ സ്റ്റൂപ്സ് ടു കോൺക്വർ വിച്ച് വാസ് റിട്ടൺ ഇൻ 1773. നിങ്ങൾ ഇതിലത്തെ ക്യാരക്ടേഴ്സിനൊക്കെ നോക്കുക. ചാൾസ് മാർലോ ആണ് ഇതിലത്തെ ക്യാരക്ടർ ആയിട്ട് വരുന്നത്. ദെൻ റിച്ചാർഡ് ഷെറിഡൻസ് ദ സ്കൂൾ ഫോർ സ്കാൻഡൽ. ആ സമയത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു പ്ലേ ആണ് ദ സ്കൂൾ ഫോർ സ്കാൻഡൽ വിച്ച് വാസ് റിട്ടൺ ഇൻ 1777. ആൻഡ് ഇതിലത്തെ ഒരു ക്യാരക്ടറിന്റെ നെയിം വെച്ചിട്ടാണ് നമ്മൾ ഈ ലിംഗ്വിസ്റ്റിക് എറർ ആയിട്ടുള്ള മാലപ്രോപ്പിസം എന്ന് പറയും. ഇതിലുള്ള ക്യാരക്ടറാണ് മിസ്സസ് മാലപ്രോപ്പ്. ഈ മിസ്സസ് മാലപ്രോപ്പ് ഓൾവേസ് എപ്പോഴും സിമിലർ സൗണ്ട് ഉള്ള വേർഡ്സിനെ തെറ്റിച്ച് പറയും. അതായത് പൈനാപ്പിളിനെയും പിന്നക്കിളിനെയും ഇതിനെ രണ്ടിനെയും സൗണ്ട് മാറ്റിയിട്ട് പറയും. അപ്പൊ കംപ്ലീറ്റ്ലി ഇൻഅപ്രോപ്രിയേറ്റ് മീനിങ്സ് ആയിരിക്കും ഇത് രണ്ടും തരാം. അപ്പൊ ഈ ഒരു ലിംഗ്വിസ്റ്റിക് എററിനെ നമ്മൾ പോപ്പുലർലി അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്ത് വിളിക്കുന്നത് ഈ ഒരു ക്യാരക്ടറിന്റെ പേരിലാണ് മാലപ്രോപ്പിസം. അപ്പൊ മാലപ്രോപ്പിസം അല്ലെങ്കിൽ മിസ്സസ് മാലപ്രോപ്പ് പ്രസന്റ് ചെയ്യുന്നത് സ്കൂൾ ഫോർ സ്കാൻഡൽ. സോ റിമെമ്പർ ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദ മോഡേൺ റിയലിസ്റ്റിക് നോവൽസ്. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ മോഡേൺ ഏജ് ഡ്രാമയാണ്. ആൻഡ് ഐ എം സെയിങ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് കുറേ അധികം പ്ലേ റൈറ്റ്സ് ഉണ്ട്, കുറേ അധികം പ്ലേസ് ഉണ്ട്. പക്ഷെ ഐ എം ഡിസ്കസിങ് ഓൾ ദ PYQ വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് ഏറ്റവും റിപ്പീറ്റഡ്ലി വരുന്ന കുറച്ച് പ്ലേ റൈറ്റ്സിനെയും പ്ലേസിനെയാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടത്. ആൻഡ് ഐ ഹവ് ഗിവൺ എ ബിറ്റ് മോർ ഓഫ് എൻ എക്സ്പ്ലനേഷൻ റിഗാർഡിംഗ് ദ പ്ലോട്ട് ബിക്കോസ് ലാസ്റ്റ് ടൈം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കുറേ അധികം അപ്പിയർ ചെയ്തതുകൊണ്ട് ദാറ്റ് വിൽ ഹെൽപ്പ് യു ആസ് വെൽ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചധികം ഇൻഫർമേഷൻ ഞാൻ I have added on to that rather than just one-liner points.
So the modern realist break and avant-garde ruptures. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു പ്ലേ റൈറ്റ് ആണ് ഹെൻറിക് ഇബ്സൺ. ഹെൻറിക് ഇബ്സൺ ഈസ് ദ പ്രൊപ്പോണന്റ് അല്ലെങ്കിൽ പയനിയർ ഓഫ് മോഡേൺ പ്രോസ് റിയലിസം. മോഡേൺ പ്രോസ് റിയലിസത്തിന്റെ പ്രൊപ്പണന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ഹെൻറിക് ഇബ്സൺ. വെൽ മെയ്ഡ് പ്ലേ ആയിട്ട് യൂജീൻ സ്ക്രൈബ് ആൻഡ് വിക്ടോറിയൻ സെർഡോ പറഞ്ഞിട്ടുണ്ട് regarding this kind of strict sociological critique plays in a patito. Okay. Henry Gibson ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഏതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഡോൾസ് ഹൗസ്. ഓക്കെ, ഡോൾസ് ഹൗസ് ആണ്. ഡോൾസ് ഹൗസിലെ ക്യാരക്ടേഴ്സും പ്ലോട്ടും നിങ്ങൾ ഫെമിലിയർ ആക്കി വെക്കുക. ഡോൾസ് ഹൗസ് ഏത് പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ഫീമെയിൽ ക്യാരക്ടർ ആണ്, നോറ ഹെൽമർ ആണ് ഇതിലത്തെ പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ട് വരുന്നത്. ഡൊമസ്റ്റിക് വയലൻസ്, the mismatchings or the tensions happening between their marital life has been discussed. നോറയുടെ ഹസ്ബൻഡ് ടോർവാൾഡ്, ഇത് കൾമിനേറ്റ് ചെയ്യുന്നത് നോറാസ് ഫേമസ് ഡിപ്പാർച്ചർ. ലാസ്റ്റ് ഡോറ് സ്ലാം ചെയ്ത് അടച്ചിട്ട് ഫാമിലിനെ അവിടെ വീട്ടിൽ ആക്കിയിട്ട് നോറ ടു ലിബറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന സീനിലോ എൻഡ് ചെയ്യുന്ന ഒരു പ്ലേ ആണ് ഡോൾസ് ഹൗസ്. സോ യു ഹാവ് ടു റിമെമ്പർ ദാറ്റ്. പേഴ്സണൽ ഓട്ടോണമി, പേഴ്സണൽ ഫ്രീഡം, ലിബറേഷൻ, ഫീമെയിൽ ലിബർട്ടി, ഫീമെയിൽ ഫ്രീഡം, ജെൻഡർ ഇക്വേഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്ലേ ആണ് ഡോൾസ് ഹൗസ്. ഓക്കെ, another figure you have to remember is George Bernard Shaw. Bernard Shawന്റെ ആംസ് ആൻഡ് മാൻ, പിഗ്മാലിയൻ ഒക്കെ എപ്പോഴും നെറ്റിൽ കാണാറുണ്ട്. So you'll have to be familiar with the plays of George Bernard Shaw. Man and Superman is another work of his. Then Pygmalion. Pygmalion is a critique of the British class structure. ഇതിൽ എന്താ സ്റ്റോറി എന്ന് പറഞ്ഞാൽ പ്രൊഫസർ ഹെൻറി ഹിഗിൻസ്, എലീസ ഡൂലിറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറും തമ്മിലുള്ള ഇക്വേഷൻ പറയുന്ന ക്ലാസ് ഐഡന്റിറ്റീസും ആർട്ടിഫിഷ്യൽ പെർഫോമൻസസും ഇതിനൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുള്ളി റിട്ടൺ ആയിട്ടുള്ള പ്ലേ ആണ് 1913 എഴുതിയിട്ടുള്ള പിഗ്മാലിയൻ, ഹെൻറി ഹിഗിൻസ്. ആൻഡ് ദ ഫ്ലവർ ഗേൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് എലീസ ഡൂലിറ്റിൽ. ഓക്കെ, next one is post-war avant-garde. Avant-garde times എന്ന് പറഞ്ഞാൽ experimental theatre ആണ്. A lot of experimental writers were been emerging during that time. War റിഡ് ആയിട്ടുള്ള ഇവരുടെയൊക്കെ റേജ് ഒക്കെ കാണിക്കുന്ന കുറേ അധികം പ്ലേസ് ഈ ഒരു ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് വൺ മേജർ form of theater that emerged in this avant-garde period or modern period is the theater of absurd. Actually, Martin Esslin ആണ് in his 1961 book ഈ theater of absurd എന്നുള്ളൊരു കാര്യം കോൺസെപ്ച്വലൈസ് ചെയ്ത് കൊടുക്കുന്നത്. ഈ അബ്സേർഡിസം എന്നുള്ളൊരു കോൺസെപ്റ്റിനെ പോപ്പുലറൈസ് ചെയ്യുന്നത് ആൽബർട്ട് ക്യാമു ആണ് റിഗാർഡിങ് എക്സിസ്റ്റൻഷ്യൽ പ്രിൻസിപ്പിൾസ്. And a lot of writers, a lot of playwrights took this term, the theater of the absurd. And the prime or the ideal example of the theater of absurd is Samuel Beckett in the Waiting for Godot. Okay, Waiting for Godot by Samuel Beckett ആണ് the ideal example of theater of absurd. മാർട്ടിൻ എസ്ലിൻ ആണ് ഈ ഒരു theater of absurd conceptualization കൊടുത്തത്. absurdism and the principles of existentialism popularize ചെയ്തിട്ടുള്ളത് ആൽബർട്ട് ക്യാമു ആണ്. So please remember that. Okay, and theater of absurd ഏറ്റവും important ആയിട്ട് വർക്ക് ആയിട്ട് വരുന്നത് സാമുവൽ ബെക്കറ്റിന്റെ Waiting for Godot ആണ്. And who are the characters in this Waiting for Godot? Vladimir and Estragon. Vladimirum Estragonum is pointlessly, logiclessly waiting for this character named Godot who never arrives. Okay, ഇവര് ഡെയിലി ഇവരുടെ ആക്ടിവിറ്റി എന്താ? ഈ ഗോദോ എന്ന് പറഞ്ഞാൽ ഇവർ കണ്ടിട്ടില്ല, ബട്ട് ദേ ആർ വെയിറ്റിംഗ് ഫോർ ദിസ് പേഴ്സൺ, ദിസ് എനഗ്മാറ്റിക് എൻറ്റിറ്റി, മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ക്യാരക്ടർ ആയിട്ടുള്ള ഗോദോന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഒരു ബാരൻ ട്രീൻ്റെ അണ്ടറിൽ. ഇറ്റ് ഷോസ് ദ അബ്സർഡിറ്റി ഓഫ് ലൈഫ്, ഇറ്റ് ഷോസ് ദി പോയിന്റ്ലെസ്നെസ് ഓഫ് ലൈഫ്, വേർ ലൈഫ് എൻഡ്സ് ഇൻ എ സർക്കിൾ. എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ വന്ന് എൻഡ് ചെയ്യുക, വിത്തൗട്ട് എനിത്തിങ് പ്രൊഡക്റ്റീവ്, വിത്തൗട്ട്
anything new happening, just them waiting there. Nothing new is happening, nothing good is happening, nothing bad is happening. Just this waiting is going on and waiting for somebody who's mysterious that they haven't seen. ഈ ഗോതോനെ കണ്ടിട്ടില്ല, and this ഗോതോ is not arriving. അവർ ഹോപ്പ് ചെയ്യാണ് നെക്സ്റ്റ് ഡേ വരും, നെക്സ്റ്റ് ഡേ വരും എന്ന് ഹോപ്പ് ചെയ്തിരിക്കുകയാണ്. സോ ഇറ്റ്സ് ജസ്റ്റ് an absurd play. നിങ്ങളത് വായിച്ചാൽ there is no much of a plot in this particular play. So that's why it's a basic example of Samuel Beckett's Waiting for Godot, written in 1953. You'll have to remember the year as well. Okay. Then, okay, this is a further explanation of the plot line of Waiting for Godot. Next figure is Harold Pinter. Harold Pinter's Comedy of Menace category വരുന്ന most celebrated play ആണ് The Birthday Party. Okay, birthday party Pinter use ചെയ്യുന്ന ഒരു style or comedy of menace-നെയൊക്കെ നമ്മൾ പറയുന്നത് Pinteresque style. Okay, Harold Pinter's style of writing നമ്മൾ പറയുന്നതാണ് Pinteresque style. It is coined by Irving Wardle. Okay, Irving Wardle ആണ് coin ചെയ്തിട്ടുള്ളത്. And the most popular play of Harold Pinter is Birthday Party, which is characterized by the Pinter pause. Pinter pause നമ്മൾ പറയും where silence, hesitation and linguistic stalling serves as psychological violence. ഓക്കെ, അപ്പോൾ ഒരു സൈലൻസ് പോസ് ഒക്കെ ഇടയിൽ നിങ്ങൾക്ക് ഡയലോഗ്സിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് കാണാൻ പറ്റും. ദോസ് ആർ റെപ്രസെന്റേഷൻസ് ഓഫ് സൈക്കോളജിക്കൽ വയലൻസ്, സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈലൻസും പോസും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് വി കോൾ സച്ച് പോസസ് ആസ് Pinter pose. ഓക്കെ, നെക്സ്റ്റ് ഫിഗർ, one major figure is Samuel Beckett. Another figure is Harold Pinter. Another figure is Bertolt Brecht, who is the famous proponent of epic theatre. ഈ epic theatre കുറേയധികം socially relevant ആയിട്ടുള്ള issues-നെ socio-political analysis and critical point of view present ചെയ്യുന്ന works produce ചെയ്തിട്ടുള്ള ആളാണ് Bertolt Brecht. And the title of that theatre we call it as epic theatre. Okay, epic theatre എന്നാണ് നമ്മൾ വിളിക്കുക. And ഈ epic theatre അല്ലെങ്കിൽ the plays written by Bertolt Brecht goes on with this kind of alienation or defamiliarization effect. നെറ്റിൽ PYQs കാണുന്ന ഒരു ഏരിയ ആണ് Wolfram Dungs effect. Wolfram Dungs effect എന്നാണ് അതിനെ ജർമ്മനിൽ നമ്മൾ വിളിക്കുക. And it is actually translated as the alienation or defamiliarization effect. ഇതെന്താന്ന് വെച്ചാൽ these devices, ഈ theatrical illusions ഒക്കെ disrupt ചെയ്തിട്ട് ഓഡിയൻസിനെ റിമൈൻഡ് ചെയ്യിക്കുകയാണ് they are watching an ideological construct. അപ്പം ഇതില് characters breaking the fourth wall to sing political commentary and a detached non-psychological acting style. ഇവിടെ ഓഡിയൻസിനെയും ക്യാരക്ടേഴ്സിനെയും ആ ഒരു ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഓഡിയൻസിനെ ആ ഒരു റിമൈൻഡ് ചെയ്യിക്കുകയാണ് they are watching an ideological construct. സോ ആ ഒരു alienation or defamiliarization effect ക്രിയേറ്റ് ചെയ്യുന്ന വർക്ക്സ് ചെയ്തിട്ടുണ്ട് in epic theatre. Okay, Mother Courage and Her Children is a work. Okay, so I'll discuss all the major timelines and ഏത് category of plays ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അതിൽ ഒരു പ്ലേയും ഒരു പ്ലേറൈറ്റും എക്സാമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇൻ ദ ഇയർ 1587, ഇതൊരു നിങ്ങൾക്ക് മെമ്മറൈസേഷൻ ചാർട്ടാണ് ഓഫ് ദ ക്രോണോളജി ആൻഡ് ഓഫ് ദ പ്ലേസ് ആൻഡ് ഓഫ് ദ പ്ലേറൈറ്റ് ആൻഡ് ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓർ what is the structural category with which that particular play has been written. Okay, the first year is 1587, where you can find the Spanish tragedy, the play which sparked the idea of revenge culture in plays, which inspired a lot of writers like Christopher Marlowe, William Shakespeare, and later on in Restoration drama as well, Restoration Jacobean tragedies inspire ചെയ്തിട്ടുള്ള writer ആണ് Thomas Kidd, and the most popular tragedy written by Thomas Kidd is the Spanish tragedy. So this Spanish tragedy has been written in the year 1587, and the structural category is early Elizabethan revenge tragedy. 1588 നിങ്ങൾക്ക് ഏറ്റവും മേജർ ആയിട്ടുള്ളൊരു പ്ലേ എടുത്തു നോക്കിയാൽ ഇറ്റ് ഇസ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് ബൈ ക്രിസ്റ്റഫർ മാർലോ, ഹൈ റിനൈസൻസ് ട്രാജഡി, മൈറ്റി ലൈൻ വിച്ച് ഇസ് ബ്ലാങ്ക് വേഴ്സ്. ഓക്കെ, then 1601 ഹാംലെറ്റ്, വില്യം ഷേക്സ്പിയർ, മെറ്റാതിയേട്രിക്കൽ ട്രാജഡി. മെറ്റാതിയേട്രിക്കൽ എന്ന് പറഞ്ഞാൽ പ്ലേ വിത്തിൻ എ പ്ലേ. then 1606 നിങ്ങൾക്ക് ബെൻ ജോൺസന്റെ റൈറ്റിംഗ്സ് കാണാം.
ഈ റൈറ്റേഴ്സിന്റെ ഒക്കെ കൂടെ ഇവരുടെ കണ്ടംപററീസിനെയും കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ക്രൊണോളജി ഈസിലി ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ടൈം ലൈൻ നോക്കി വെക്കുക, എന്നിട്ട് ഏതൊക്കെ സ്ട്രക്ചറൽ കാറ്റഗറീസ് നോക്കുക, ഈ റൈറ്റേഴ്സിന്റെ ഒക്കെ കണ്ടംപററീസിനെ കൂടി നിങ്ങൾ റെഫർ ചെയ്യുക. ഓക്കെ. ദെൻ 1612 നിങ്ങൾക്ക് ഡച്ചസ് ഓഫ് മാൽഫി കാണാം. ജോൺ വെബ്സ്റ്റർ ആണ് പ്ലേ റൈറ്റ്. ജെക്കോബിയൻ ട്രാജഡി ആണ് ആ ടൈമിൽ പോപ്പുലർ ആയിട്ടുള്ളത്. ദെൻ 1675 നിങ്ങൾക്ക് വില്യം വിച്ചർലിന്റെ കൺട്രി വൈഫ് കാണാം, വിച്ച് ഇസ് an example of restoration comedy of manners. 1700s ദ വേ ഓഫ് ദ വേൾഡ് വില്യം കോൺക്രീവിന്റെ ലേറ്റ് റെസ്റ്റോറേഷൻ ഒക്കെ ഏർലി ആണ്. വില്യം വിച്ചർലിന്റെ കൺട്രി വൈഫ്. ലേറ്റ് റെസ്റ്റോറേഷൻ കോമഡി ഓഫ് മാനർ ആണ് വില്യം കോൺക്രീവിന്റെ വേ ഓഫ് ദ വേൾഡ്. ഷീ സ്റ്റോപ്സ് ടു കോൺകർ ഒലിവർ ഗോൾഡ്സ്മിത്തിന്റെ 18th സെഞ്ചുറി ലാഫിംഗ് കോമഡിയാണ്. ഒലിവർ ഗോൾഡ്സ്മിത്ത് ആണ് ക്രിട്ടിസൈസ് ചെയ്തത് എന്തിനെ? സെന്റിമെന്റൽ കോമഡീനെ. സെന്റിമെന്റൽ കോമഡി ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് ലാഫിംഗ് കോമഡീനെ, അല്ലെങ്കിൽ കോമിക് ട്രേറ്റ്സ്, കോമിക് കൾച്ചറിനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് സെന്റിമെന്റൽ കോമഡി എന്ന് പറഞ്ഞിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ആളാണ് ഒലിവർ ഗോൾഡ്സ്മിത്ത്. ഓക്കെ. ദെൻ ദ സ്കൂൾ ഫോർ സ്കാൻഡൽ ബൈ റിച്ചാർഡ് ബി ഷെറിഡൻ, ഡോൾസ് ഹൗസ് ബൈ ഹെൻറി കിബ്സൺ, മാൻ ആൻഡ് സൂപ്പർമാൻ, ആർംസ് ആൻഡ് മാൻ, ദെൻ പിഗ്മാലിയൻ ബൈ ജോർജ് ബെർണാഡ് ഷോ, മദർ കൊറൈസ് ബൈ ബെർട്ടോൾട്ട് ബ്രെഡ്, വെയിറ്റിംഗ് ഫോർ ഗോദോ ബൈ സാമുവൽ ബെക്കറ്റ്. ഇങ്ങനെ ഗ്രോ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ബെർട്ടോൾട്ട് ബ്രെഡും സാമുവൽ ബെക്കറ്റൊക്കെ നിങ്ങൾക്ക് ക്രൊണോളജിയിൽ ഓർഡർ ചെയ്യാനുണ്ടാവും. സോ പ്ലീസ് റിമെമ്പർ ദ ക്രൊണോളജിക്കൽ ഓർഡർ. ഓക്കെ. ഇനി ഷേക്സ്പിയറിനെ പറ്റിയിട്ട് മേജർ ആയിട്ട് ടെക്സ്റ്റുകൾ എഴുതിയിട്ടുള്ള 2-3 ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബിക്കോസ് ലാസ്റ്റ് ടൈം ഷേക്സ്പിയറിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള ക്രിട്ടിക്സും അവരുടെ ഡയലോഗ്സും അവരുടെ കൊട്ടേഷൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാമുവൽ ജോൺസൺ എഴുതിയിട്ടുള്ള റിഗാർഡിംഗ് ഷേക്സ്പിയർ ഫേമസ് വർക്കാണ് പ്രെഫസ് ടു ഷേക്സ്പിയർ, വിച്ച് വാസ് റിട്ടൺ ഇൻ 1765. അതിലാണ് യൂണിറ്റീസ് ഓഫ് ടൈം ആൻഡ് പ്ലേസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ സാമുവൽ ടൈലർ കോൾറിഡ്ജ് ലെക്ചേഴ്സ് ഓൺ ഷേക്സ്പിയർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒതെല്ലോന്റെ ഇയാഗോന്റെ മെലീഷ്യസ് പ്ലോട്ടിങ്ങിനെയൊക്കെ പറ്റിയിട്ട് സാമുവൽ ടൈലർ കോൾറിഡ്ജ് കുറേ അധികം റൈറ്റിംഗ്സ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കൊട്ടേഷൻസും കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഓൾ ദിസ് കൊട്ടേഷൻസ് പ്ലീസ് ഡു ഹാവ് എ ലുക്ക്. ദെൻ 20th സെഞ്ചുറി അക്കാഡമിക് ട്രഡീഷൻസിൽ എത്രത്തോളം ഷേക്സ്പിയറിനെ മെൻഷൻ ചെയ്തിട്ടുള്ള ക്രിറ്റിക്സ് ഉണ്ടെന്ന് AC ബ്രാഡ്ലി. AC ബ്രാഡ്ലി റിപ്പീറ്റഡ്ലി നെറ്റിൽ വരാറുണ്ട്. ഷേക്സ്പിയറിയൻ ട്രാജഡീസിനെ പറ്റി വളരെയധികം സ്റ്റഡി നടത്തിയിട്ടുള്ളൊരു ക്രിട്ടിക് ആണ് AC ബ്രാഡ്ലി. ബ്രാഡ്ലിന്റെ ക്യാരക്ടർ സെൻട്രിക് അനാലിസിസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷേക്സ്പിയറിന്റെ ട്രാജഡീസ് ഓരോ ക്യാരക്ടറിന്റെയും ട്രാജിക് ഫ്ലോ എങ്ങനെ ഹാപ്പൻ ചെയ്തതെന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഡീപ്പായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ക്രിട്ടിക്കാണ്. ഷേക്സ്പിയറിയൻ ട്രാജഡീസിന്റെ മേജർ ഡീകോഡിങ് അല്ലെങ്കിൽ ഡീകൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള ആളാണ് AC ബ്രാഡ്ലി. ഓക്കെ. നെക്സ്റ്റ് വിൽസൺ നൈറ്റ് ഉണ്ട്, ബട്ട് AC ബ്രാഡ്ലി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ്. നിങ്ങൾ ലിറ്റററി തിയറി പഠിക്കുമ്പോൾ റിനൈസൻസ് ആൻഡ് ഷേക്സ്പിയർ, സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ് റിനൈസൻസ് പഠിച്ചിട്ടുള്ളത് ന്യൂ ഹിസ്റ്റോറിസിസം, ഫൗണ്ടിങ് ടെക്സ്റ്റ് ഓഫ് ന്യൂ ഹിസ്റ്റോറിസിസം കൊടുത്തിട്ടുള്ള ആളാണ് സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ്. അതിൽ ഏറ്റവും കൂടുതൽ ഷേക്സ്പിയർ സ്റ്റഡീസിലൂടെയാണ് ഗ്രീൻബ്ലാറ്റ് റിനൈസൻസിനെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ. Then there is Jonathan Dollimore and Alan Sinfield, political Shakespeare, cultural materialismത്തിൽ ഷേക്സ്പിയറിന്റെ ടെക്സ്റ്റ് അനലൈസ് ചെയ്തിട്ട് തിയറി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ജൊനാത്തൻ ഡോളിമോർ ആൻഡ് അലൻ സിൻഫീൽഡ്. ഇത് നിങ്ങൾക്ക് ഫോർ എ ഫെമിലിയറൈസേഷൻ, നിങ്ങൾക്ക് PYQസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് വൺ ലൈനേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളൊരു പെർട്ടിക്കുലർ പ്ലേ പഠിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഈ PYQസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന പ്ലേസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യു വിൽ ഹാവ് ടു റിമെമ്പർ ദ ടൈറ്റിൽ ഓഫ് ദാറ്റ് പ്ലേ, യു വിൽ ഹാവ് ടു റിമെമ്പർ ദ പ്ലേ റൈറ്റ്, യു വിൽ ഹാവ് ടു റിമെമ്പർ മെയിൻ കൊട്ടേഷൻസ്. ഹാംലെറ്റിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സോളിലോക്കി ലൈൻ ഏതാ? To be or not to be, that is a question. It is a soliloquy by Hamlet. And നിങ്ങളോട് ഇപ്പോൾ ഒഫീലിയ പറഞ്ഞ ഡയലോഗ്സ് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ചോദിക്കാം. സോ പ്ലീസ് ഡു റിമെമ്പർ നിങ്ങൾ ലൈൻസും ഡയലോഗ്സും ഫെമിലിയർ ആയിരിക്കണം ഇഫ് യു ആർ റിവൈസിങ് ദ ഡ്രാമ പാർട്ട്. ഇപ്പം ഹാംലെറ്റിൽ ഏത് ലൈനാ ആര് പറഞ്ഞത് അതൊക്കെ യു വിൽ ഹാവ് ടു റിമെമ്പർ. ഓക്കെ. സോ ദാറ്റ്സ് വൈ ഞാൻ കുറച്ച് ഇവിടെ ലൈൻസും ആരാ പറയുന്നത് ഏതൊക്കെയാ കൊട്ടേഷൻസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ലേഡി മാക്ബത്തിൽ പറയുന്നുണ്ട് ഓൾ ദ പെർഫ്യൂംസ് ഓഫ് അറേബ്യ കാണ്ട് ലൈക്ക് പ്യൂരിഫൈ ദിസ് ലിറ്റിൽ ഹാൻഡ്സ്. ആ മർഡറിന് ശേഷം കിങ് ഡങ്കന്റെ മർഡറിന് ശേഷം ഷീ ഈസ് മെന്റലി നോട്ട് സ്റ്റേബിൾ. ലേഡി മാക്ബത്ത്, ഷീ ഈസ് ഹർ സൈക്കോളജിക്കൽ
upheaval or turmoil has been visible in her dialogues. അപ്പോൾ നിങ്ങൾ ആ ഡയലോഗ്സ് ഒക്കെ നോക്കി വെക്കുക, ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഒക്കെ നോക്കി വെക്കുക, ഓരോ ട്രാജഡീസിനും എസ്പെഷ്യലി ട്രാജഡീസ് ഓഫ് ഷേക്സ്പിയർ നിങ്ങൾ ഫെമിലിയറൈസ് ചെയ്ത് വെക്കുക. ഓക്കെ. Merchant of Venice, Measure for Measure. And one thing you have to do is that you'll have to familiarize all the plays of Shakespeare, Christopher Marlowe, and while you are preparing for drama section of this British literature, ഈ ഷേക്സ്പിയറിന്റെ പ്ലേസ് ടൈം ലൈൻ വിത്ത് ടൈം ലൈൻ പഠിക്കാം. ഏത് ടൈം ലൈൻ, ഏർലിയസ്റ്റ് പ്ലേസ് ഓഫ് ഷേക്സ്പിയർ ഏതാണെന്ന് ചോദിക്കും, ക്രൊണോളജി അനുസരിച്ച് നിങ്ങളോട് അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. സോ ഓരോ പ്ലേസും റാൻഡം ആയിട്ട് പഠിക്കാതെ ടൈം ലൈൻ വെച്ചിട്ട് പഠിക്കുക. ദാറ്റ് വിൽ ബി മോർ ബെറ്റർ ഫോർ യു. ഓക്കെ. സോ ഐ ഹാവ് കമ്പൈൽഡ് സം PYQs ആൻഡ് പ്രാക്ടീസ് MCQs ഹിയർ. നിങ്ങൾക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും എങ്ങനെയായിരിക്കും നെറ്റ് ഡ്രാമ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനേക്കാളും പുറമെ ജസ്റ്റ് ഒരു റാൻഡം ക്വസ്റ്റ്യൻസ് ആണ് വെച്ചിട്ടുള്ളത്. സോ യു ക്യാൻ അനലൈസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാമെന്ന്. ഓക്കെ. So the very first question is, Christopher Marlowe's Dr. Faustus is heavily influenced by which medieval dramatic genre? ക്രിസ്റ്റഫർ മാർലോന്റെ ഡോക്ടർ ഫോസ്റ്റസ് ഏതൊരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്ലേ, ഒരു മിഡീവൽ ഡ്രമാറ്റിക് ജോൺട്രി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദർ ഇസ് മിഡീവൽ ഡ്രമാറ്റിക് ജോൺട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മിസ്റ്ററി പ്ലേ, മിറാക്കിൾ പ്ലേ, മൊറാലിറ്റി പ്ലേ. Interlude is also there. മിറാക്കിൾ പ്ലേ ആണ് ഫസ്റ്റ്, മിസ്റ്ററി പ്ലേ ഉണ്ട്, പിന്നെ ഇന്റർലൂഡ് ഉണ്ട്, മൊറാലിറ്റി പ്ലേ ഉണ്ട്. ഡോക്ടർ ഫോസ്റ്റസ് heavily influenced from which medieval dramatic genre? It is morality play. Okay. Dr. Faustus ഏറ്റവും കൂടുതൽ സ്ട്രക്ചറലി മിറാക്കിൾ പ്ലേ ട്രഡിഷൻ ഫോളോ ചെയ്തിട്ടാണ് ഡോക്ടർ ഫോസ്റ്റസ് ക്രിസ്റ്റഫർ മാർലോ റൈറ്റ് ചെയ്തിട്ടുള്ളത്, സ്ട്രക്ചറലി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് ഇൻ